السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العلي العظيم. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പതിവ് അനുസരിച്ച് ഇന്ന് നമ്മുടെ തഫ്സീർ ക്ലാസ്സാണ് നടക്കേണ്ടതെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖപൂർണമായ ഒരു ദിവസത്തിലായതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ അഗ്രഗണ്യനായ, അവരുടെ ഇടയിൽ അത്യുന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു മഹാൻ നമ്മോട് വിട പറഞ്ഞ ആ ഒരു ശോക അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസരം അള്ളാഹുവിന്റെ ഔലിയായിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും ആ മഹാൻക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അവരുടെ ബറക്കത്തിനെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുവാനുമൊക്കെ, അവരെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, പലരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കാനുമൊക്കെ ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തുക എന്നത് ആണ് ഇന്ന് KICRന്റെ തീരുമാനം. മഹാന്മാരായ ആളുകളെ അനുസ്മരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ. അത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന ശിലയാണ്. ഈ അടിസ്ഥാന ശില ഇളകിയതാണ് മറ്റ് പലർക്കും സംഭവിച്ച അപകടം. ഇതെല്ലാം നമുക്കറിയാം. ഈ ശില ഇളക്കാൻ ഉള്ള ശ്രമം പല ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരുമായുള്ള ബന്ധം എന്ന് പറയുന്ന ആ അടിസ്ഥാന ശിലയെ, അതിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുക മുസ്ലിം ഉമ്മത്തിൽ, മുസ്ലിം യുവാക്കളിൽ, മുസ്ലിം തലമുറയിൽ, യുവതലമുറയിൽ ഈ അടിസ്ഥാന തത്വത്തെ ഇളക്കം തട്ടാതെ സൂക്ഷിക്കുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഏറ്റവും ഒന്നാമതായ ലക്ഷ്യം. ബാക്കിയെല്ലാം അതിനു ശേഷമാണ്. കാരണം ഈ അടിസ്ഥാന ശില ഇളകിയാൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല.
തറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നിലനിൽപ്പില്ലല്ലോ. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അമ്പിയാക്കളുടെ മൊത്തത്തിലുള്ള ജീവിതവും സഹാബത്തിന്റെ ജീവിതവും മഹാന്മാരായ മുൻഗാമികളായ ആളുകളുടെ ജീവിതവും ഒക്കെ വേണ്ട വിധം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ നാം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ക്ലാസ് റൂമിൽ ശ്രമം നടക്കുന്നത്. അള്ളാഹു അത് നമുക്ക് ഫലപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഈ വിഷയത്തിന് വേണ്ടി നീക്കിവെക്കുകയും കുറച്ചു സമയം ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അതിനുശേഷം മറ്റുള്ളവർക്കും ബഹുമാനപ്പെട്ടവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അനുഭവങ്ങളും ചരിത്രവും മറ്റുമൊക്കെ പറയാനുള്ളവർക്ക് അവസരം ഉണ്ടായിരിക്കും. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പ്രവർത്തനം എല്ലാം മഹാന്മാരോടുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഓതിവച്ച ആയത്ത് നിങ്ങൾ കേട്ടല്ലോ. പരിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്ത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ ശരീരമേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങി വാ. റാളിയതൻ മർളിയ, പരസ്പരം തൃപ്തിപ്പെട്ട അവസ്ഥയിൽ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ നീ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചോളൂ എന്ന്. ഈ ആയത്ത് തന്നെ മുഅ്മിനായ മനുഷ്യന്മാർ അവരുടെ മരണസമയത്തും അതിന്റെ ശേഷമുള്ള പ്രധാന ഘട്ടങ്ങളിലെല്ലാം അവരോട് ഈ ആയത്ത് പറയപ്പെടും, ഓതപ്പെടും എന്ന് തഫ്സീറുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണം ആസന്നമായ സമയത്ത് നാം നമ്മുടെ കുടുംബത്തോട് വേർപിരിയുന്ന ഈ സമയത്ത്, ആ വേദനാജനകമായ അന്തരീക്ഷത്തിൽ, മരണം എന്ന് പറയുമ്പോൾ ഏതൊരാളും ഭയപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. ആ സമയത്ത് മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യനോട് മലക്കുകൾ വന്നുകൊണ്ട് സലാം പറയുകയും അള്ളാഹു നിനക്ക് സലാം പറയുന്നുണ്ട് എന്ന് ചില ആളുകളോട് മലക്കുകൾ പറയുകയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സലാം ഉണ്ടാവുകയും എന്ന് തന്നെ കാണാം തഫ്സീറുകളിൽ. ഈ ആയത്ത് അവരെ ഓതിക്കേൽപ്പിക്കുകയും ചെയ്യും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, മുത്മഇന്നത്തായ ശരീരമേ, നീ അള്ളാഹുവിലേക്ക് പരസ്പരം തൃപ്തിപ്പെട്ട രൂപത്തിൽ നീ മടങ്ങിക്കൊള്ളുക. നീ അങ്ങോട്ടും അള്ളാഹു നിന്നെ സംബന്ധിച്ച് ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട രൂപത്തിൽ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയും എന്ന്. അത് ഖബറിൽ വെക്കുന്ന സമയത്ത് അവിടെയും മലക്കുകൾ, അവിടെ സ്വീകരിക്കാനുള്ള മലക്കുകളും അത് വിളിച്ചു പറയുകയും, പിന്നീട് ഹശ്ർ രണ്ടാമത് ജീവിപ്പിക്കുന്ന സമയത്തും അത് വിളിച്ചു പറയുകയും, അങ്ങനെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം ഇത് കേൾക്കാനുള്ള അവസരം മുഅ്മിനായ മനുഷ്യനുണ്ടാകുമെന്നാണ് പ്രബലമായ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അത് കേൾക്കാനുള്ള മഹാഭാഗ്യം ഈ മരണസമയത്തും അതിന്റെ ശേഷമുള്ള ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ആയത്ത് കേൾക്കാൻ, ഈ സന്തോഷവാർത്ത, ഈ ബിഷാറത്ത് കേൾക്കാനുള്ള മഹാഭാഗ്യം അവന്റെ മഹദ് ഫള് കൊണ്ട് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീനാണ്, ഹിബ്റു ഹാദിഹിൽ ഉമ്മയാണ്. മനസ്സിലായോ? ആ മഹാപണ്ഡിതൻ മഹാനവറുകളെ ഖബറിൽ വെക്കുന്ന സമയത്ത്
ഫസമിഉ അവർ കേട്ടു, മിൻ ശഫീരിൽ ഖബരി ഖബറിന്റെ ചുണ്ടിൽ നിന്ന്, ഖബറിന്റെ വക്കത്ത് നിന്ന് കേട്ടു. താലിയത്ലു ആരോ ഓതുന്നത് കേട്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് ചരിത്രപരമായല്ല, അല്ലാതെ തന്നെ സ്ഥിരപ്പെട്ട ഹദീസായി നിൽക്കുന്ന സ്ഥിരപ്പെട്ട സംഭവമാണ്. അത് മഷ്ഹൂറാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്, സ്വീകാര്യയോഗ്യമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സനദ് നിലക്ക് തന്നെ ചരിത്രപരമായി മാത്രം എടുക്കേണ്ടതില്ല. അപ്പോ ആളെ കാണുന്നില്ല, അവിടുന്ന് ശബ്ദം കേൾക്കുകയാണ്. ഈ ആയത്ത് ഓതപ്പെടുന്ന ശബ്ദം അവർ കേട്ടു. അപ്പോ എല്ലാ മോമിനിങ്ങൾക്കും അത് ഉണ്ടാകും, യഥാർത്ഥ മോമിനിങ്ങളാണെങ്കിൽ, അതിന് അർഹരാണെങ്കിൽ. എന്നാൽ ചില ആളുകൾക്ക് അത് ഉണ്ടാകുന്നത് അവർക്കൊരു കറാമത്തായി മറ്റുള്ളവരെ അള്ളാഹു അറിയിക്കും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണല്ലോ, അവര് ദീനിന് ചെയ്ത നേട്ടം അതുല്യമാണല്ലോ. ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട്, ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട്, അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച മഹാൻ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറാമത്ത്, അവിടെ പല കറാമത്തുകളുടെ കൂട്ടത്തിൽ ഒരു കറാമത്ത് വെളിവാക്കുകയാണ് അവിടെ ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെ ഉള്ളത്, ഈ ആയത്തിൽ പറയുന്നത്, ഈ മനുഷ്യനോട് പറയുന്നത്, ഓ ശരീരമേ നീ മടങ്ങിക്കൊള്ളുക, റാദിയത്തൻ മർദിയത്തായി മടങ്ങിക്കൊള്ളുക, എന്നിട്ട് നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നോ എന്നല്ല. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ ഇബാദിന്റെ കൂട്ടത്തിലേക്ക് കടക്ക് എന്നാണ്. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ ഇബാദിൽ പ്രവേശിക്ക് എന്നാണ്. എന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചിട്ട് വേണം എങ്ങോട്ട് കടക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാം. നേരിട്ടില്ല മൻശദ്ദ ശുദ്ധ ഫിന്നാർ, ഒറ്റപ്പെട്ട് നടക്കുന്നവർക്കതില്ല. ആ കൂട്ടായ്മ ഉണ്ടാവണം, ആരോടൊപ്പമുള്ള സുഹബത്ത് ഉണ്ടാവണം. എന്റെ ഇബാദ് എന്ന് പറയാൻ അർഹർ ആരാണ്? അള്ളാഹു എന്റെ ഇബാദ് എന്ന് പറയാൻ അർഹർ ആരാണ്? ആ വിഭാഗത്തിൽ നീ പ്രവേശിക്ക്, ആ കൂട്ടത്തിൽ പ്രവേശിക്കണം. എന്നിട്ടാണ് വദ്ഖുലി ജന്നത്തി, സ്വർഗത്തിൽ കടക്കൽ. ഇത് വളരെ അധികം ചിന്തിപ്പിക്കേണ്ടുന്ന, എല്ലാ മുഅ്മിനീങ്ങളെയും വളരെ അധികം ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അടിസ്ഥാന ശിലയാണത് എന്ന്. മഹാന്മാരെ അവഗണിച്ചുകൊണ്ട് അവർക്ക് അവരെ വഴി, നമുക്ക് നമ്മുടെ വഴി, അത് പറ്റില്ല. മഹാന്മാരെ മനസ്സിലാക്കി അവരുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്ത് ആ കൂട്ടത്തിൽ പ്രവേശിക്കാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടാക്കിയെടുത്ത് എങ്കിൽ തന്നെ പറ്റുകയുള്ളൂ. അത് എത്രമാത്രം ശക്തവും സുദൃഢമായും ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് ഈ ഗുണങ്ങളൊക്കെ അവനുണ്ടാകും. ഇതാണല്ലേ അതിന്റെ സൂചന, അല്ലേ? ആ കൂട്ടത്തിൽ പ്രവേശിക്കാത്ത, അതിന് യോഗ്യത നേടാത്ത കാലത്തോളം ഏത് സമയത്തും തെറിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീർ റാസിയൊക്കെ നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ആ ബന്ധം, ആ മഹാന്മാരുമായുള്ള ബന്ധം മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഫി ജന്നാത്തിൻ മുത്തഖാബിലീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അലാ അറായിക്ക് മുത്തക്കിഊൻ ഫി ജന്നാത്തിൻ മുത്തഖാബിലീൻ എന്ന്. സ്വർഗത്തിൽ ഇങ്ങനെ മുഅ്മിനീങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സുന്ദരമായ കട്ടലുകളിൽ, മെത്തകളിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന രംഗങ്ങൾ. ഈ രംഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ചില ആയത്തുകൾ, അവിടെ അതുമായി ബന്ധപ്പെട്ട ചില തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ തഖാബുല്, ആ പരസ്പരമുള്ള ഇത് കേൾക്കാൻ കട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? എന്താ ഒരു പ്രതികരണം ഇല്ലാത്ത പോലെ? നോ കട്ടാണ് അല്ലേ? ഓക്കെ. പിന്നെ പരസ്പരമുള്ള ആ തഖാബുല്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? അതൊരു പ്രത്യേകമായി ഖുർആൻ എടുത്ത് പറയാനുള്ള കാരണം? അതൊരു വിഷയമാണല്ലോ. എന്താ അതിന്റെ ആവശ്യം? അത് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അത് ആ തഖാബുലിലൂടെ
പലതും കിട്ടാനുണ്ട്. ഈ വലിയ വലിയ മഹാന്മാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ചില പ്രത്യേക തജല്ലിയാത്ത് അനുഭവങ്ങൾ അവർ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ആ റൂഹ്, അവരുടെ റൂഹിൽ, അവരുടെ ആ തിളങ്ങുന്ന പരിശുദ്ധമായ അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്തിൽ, അവരുടെ റൂഹിൽ അതിൽ വന്ന് പതിക്കുകയാണ്. അത് ഒരു മിർആത്ത് പോലെയാണ്, കണ്ണാടി പോലെയാണ്. ഈ കണ്ണാടിയിൽ പതിക്കുന്നത് മറ്റുള്ളവർക്കും കാണാൻ അവസരമുണ്ടാകുകയാണ്. അതാണ് മുത്തഖാബുലിന്റെ ലക്ഷ്യം. ആ ഒരു തഖാബുൽ കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. യഥാർത്ഥത്തിൽ സ്വർഗീയമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, സ്വർഗീയമായ അനുഗ്രഹം എന്ന് പറഞ്ഞത് കൊണ്ട് സാധാരണ ആളുകളെ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സ്വർഗത്തിലെ കുറെ സുഖങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഹഖീഖിയായ യഥാർത്ഥമായ ലദ്ദത്ത് അതൊന്നുമല്ല സഹോദരന്മാരെ. അത് റൂഹിന്റെ ലദ്ദത്താണ് യഥാർത്ഥമായ ലദ്ദത്ത്. ആത്മീയമായ സ്വർഗമാണ് യഥാർത്ഥമായ സ്വർഗം. അതല്ലേ അള്ളാഹുവിന്റെ ലിഖാ. ആ അള്ളാഹുവിന്റെ ലിഖാ ഇങ്ങോട്ട് അനുഭവപ്പെടുമ്പോ മുഅ്മിനീങ്ങൾ പറയും, ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, ഈ ഹൂറുൽഈങ്ങളും വേണ്ട, ഈ കൊട്ടാരങ്ങളൊന്നും വേണ്ട, അതൊക്കെ എടുത്തു, അതിന് പകരം എന്തുണ്ടായാൽ മതി, ഈ ലിഖാ, ഈ കണ്ടുകൊണ്ടുള്ള ആ മുഷാഹദ, ആ റുയത്ത് നിലനിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കും എന്നാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും താഴ്ന്ന ആള്, ഇന്ന അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലത്തൻ, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഏറ്റവും താഴ്ന്ന ആള് അത് ആരാണ്? അവന്റെ മൻ യൻദുറു ഇലാ ബസാതീനിഹി വ ഖദമിഹി വ ഖുസൂരിഹി മസീറത അൽഫി ആം. അവന്റെ സ്വർഗീയമായ സുഖങ്ങള്, അവന്റെ സമ്പത്ത്, അവനക്ക് കിട്ടിയ ഭൗതികമായ അല്ലെങ്കിൽ ആ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആത്മീയ ആ മാരിഫത്ത് പോലത്തെ വിഷയമല്ലാത്ത അവിടുത്തെ ഈ മറ്റുള്ള ഈ ശാരീരികമായ ആഡംബരങ്ങൾ, ഈ ആഡംബരങ്ങൾ അതുണ്ടല്ലോ, കൊട്ടാരങ്ങളും അവന്റെ ഖദമും ഭൃത്യന്മാരും ഭാര്യയും മറ്റൊക്കെ, ഇതുകളെ നോക്കിക്കാണും മസീറത്ത അൽഫി ആം, 1000 വർഷത്തെ വഴിദൂരം വിസ്തൃതമായി കിടക്കുന്ന അവന്റെ വിശാലമായ പ്രവിശാലമായ അവന്റെ ഈ സമൃദ്ധമായ ആ കൊട്ടാരങ്ങളും മറ്റുമൊക്കെ ഇരുന്ന് വീക്ഷിക്കുന്ന ആളാണ് അതിലെ ഏറ്റവും ചെറിയ ആള് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു റസൂല് പറഞ്ഞത്, അഅലാഹും മൻസിലത്തൻ, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഏറ്റവും ഉയർന്ന ആള് ആരാണ്? മയ്യൻദുറു ഇലാ വജ്ഹിഹി ബുക്റതൻ വഅശിയ, അല്ലാഹുവിനെ ദിനേന പലവട്ടം കാണാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിനെ ദിനേന പലവട്ടം കാണാൻ കഴിയുന്നവനാണ് ഏറ്റവും ഉയർന്നവരെന്ന്. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള നിഅമത്ത്. മറ്റതൊക്കെ അതിന്റെ ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അവരെ ആകർഷിക്കാൻ വേണ്ടി പറയാൻ. എന്നാൽ ഈ സാധാരണക്കാരൊക്കെ അവിടെ നിന്നാ പറ്റില്ല, അവിടെ നിന്ന് ഉയരണം. യഥാർത്ഥ ആത്മീയമായ അനുഗ്രഹം, അതാണ് യഥാർത്ഥ അനുഭൂതി. ആ അനുഭൂതിയുടെ രസം അറിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊന്നും ഒന്നും അല്ല. അപ്പോ ഈ നിലക്ക് അത് അങ്ങോട്ട് ചെല്ലണം എന്ന് പോലും ഇല്ല, അതിന് മുമ്പ് തന്നെ അനുഭവിക്കാൻ തുടങ്ങും ഈ ആത്മീയമായ അനുഭൂതികൾ. അത് അവരുടെ ഈ മഹാന്മാരായ ആളുകളുടെ ഖുലൂബുകള്, അവരുടെ മുഖങ്ങള്, അവരുടെ ശരീരങ്ങളൊക്കെ തന്നെ എന്താകുന്നു? അത് മിർആത്തുകളാകുന്നു, മറായികളാകുന്നു എന്നാ പറഞ്ഞത്. അത് മറായികളാണ്, കണ്ണാടികളെ പോലെയാണ്. ആ കണ്ണാടിയിൽ പലതും പതിയുന്നുണ്ട്. അത് ചില ഓരോരുത്തരുടെ ദറജക്കനുസരിച്ച് അവരുടെ മഅരിഫത്തിന്റെ റൂട്ട് അതിലും വ്യത്യാസമുണ്ടാവും. പലരും പല ശൈലിയില് പല രൂപത്തിലായിരിക്കും. ഇത് ഓരോരുത്തർക്കനുസരിച്ച് അവരുടെ മിർആത്തിൽ പകർന്നു കിടക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആസ്വദിക്കാനുള്ള അവസരമാണ്. അതാണ് അലാ സുറൂരിൻ മുതഖാബിലി എന്ന് പറഞ്ഞത്. ആണോ? അത് മശായിഖന്മാരുമായി ബന്ധമുള്ള ആളുകൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധമുള്ള ആളുകൾക്ക് അവരുടെ മിർആത്തിൽ പതിഞ്ഞത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനുവേണ്ടി അവരുടെ മുരീദന്മാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരുടെ കൂടെ മുന്നിൽ ഇരുന്നു കൊണ്ട് അത് ആസ്വദിക്കുക. നേരിട്ട് കിട്ടാത്തവർക്ക് അവരുടെ കൂടെ ഇരുന്ന് കിട്ടുകയാണ്. അല്ലെങ്കിൽ എന്തിനാ മുതഖാബിലി എന്ന് പറഞ്ഞത്? എന്താ അപ്പൊ അതിലൊരു പ്രത്യേകത? കുറച്ചു നേരം ഇങ്ങനെ നേരെ നോക്കിയിരുന്ന് വർത്താനം പറയാ എന്നതാണോ? അതല്ലല്ലോ. അള്ളാഹു അതൊരു വലിയ വിഷയമായിട്ട് എടുത്ത് പറയുകയാണല്ലോ. അപ്പോ അതിനൊക്കെ അതിൻ്റെതായ വിഷയങ്ങളുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, ഇതിനൊക്കെ ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം, മറ്റേ നേരത്തെ പറഞ്ഞ വിഷയം,
ആലമുൽ കൗ, ഈ ഭൗതിക ലോകത്തുള്ള വസ്തുക്കളൊക്കെ അതിന് കേടുപറ്റൽ എളുപ്പമാണ്. പെട്ടെന്ന് ഇപ്പോ പിന്നെ സാധനങ്ങൾ വേഗം കേടുവന്ന് ദുഷിച്ച് മണക്കുമല്ലോ. അത് വേഗം ഭൗതികമായ അനാസിർ, ഈ ആലമുൽ കൗനിലെ ഭൗതിക ലോകത്തുള്ള അനാസിറുകളെല്ലാം, വസ്തുക്കളെല്ലാം അതിലേക്ക് എന്താകും, ഫസാദ് പെട്ടെന്ന് വരും. തതറഖു ഇലൈഹിൽ ഫസാദ്. എന്നാൽ അതിൽ നിന്ന് മുജറദായ ആളുകൾ അതാണ് ഫി ഇബാദി എന്ന് പറഞ്ഞത്. ആ മുജറദായ ആളുകൾ, ആ മുജറദായ ആളുകൾക്ക് അത് വരില്ല, ആ ഫസാദ് വരില്ല. അവരുടെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് കടന്നു കിട്ടണം. അപ്പൊ പിന്നെ ഫസാദ് വരാനുള്ള സാധ്യത ഇല്ലാതെയായി, പിന്നെ തിരിച്ചു പോവില്ല. അതുകൊണ്ടാണ് ഫദ്ഖുലി ഫി ഇബാദി എന്ന് ഇവിടെ പറഞ്ഞുവെങ്കിൽ മറ്റൊരു ദുആയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയിലൂടെ നമ്മെ പഠിപ്പിച്ചു, വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. വഅദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട്. വളരെ ശ്രദ്ധിക്കു നിങ്ങൾ. എന്നെ നിങ്ങളുടെ അല്ലാഹു പടച്ചവനെ നിന്റെ അനുഗ്രഹം കൊണ്ട്, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണമേ, ഫി ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ഇബാദിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന പറയുന്നത്. അങ്ങോട്ടാണ്ട് കടന്നു കിട്ടുന്നെ വേണം. അത് അവിടെ നമ്മൾ ഇവിടെ ആയാൽ പറ്റുകയില്ല, അത് അതിലേക്ക് കടക്കുക തന്നെ വേണം. അങ്ങനെയാണ് അതിന്റെ കാര്യമുള്ളത്. അവിടെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിൽ ഉള്ള യഥാർത്ഥമായ പിന്നെ വ്യത്യാസം. വേറെ എന്തുണ്ടായിട്ടെന്ത് കാര്യം? ഈ അടിസ്ഥാന ശീല ഇളകിയാൽ പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല തന്നെ. ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് നമുക്ക് എന്ത് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും ഈ വിഷയം പറയേണ്ടി വരുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ജീവിച്ച മഹാന്മാരുടെ ഒക്കെ ശൈലിയും അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ഏത് പ്രസംഗത്തിലാ മൂപ്പര് പറയാത്തത് ഹഖ് തആലയുടെ മഹ്ബൂബീങ്ങളായ ഔലിയാക്കൾ എന്ന് ഉച്ചരിക്കാത്ത ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ഒരു ഇൽമിയായ പ്രസംഗം. അതേ സമയത്ത് വിവാദ വിഷയകാലത്ത് ചില മറ്റുള്ള കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ സാധാരണ മൂപ്പരുടെ പ്രസംഗങ്ങളിലൊക്കെ ഹഖ് തആലയുടെ മഹ്ബൂബീങ്ങളായ ഔലിയാ എന്ന് പറയാത്ത, ആ പദം പ്രയോഗിക്കാത്ത ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യന്മാര്, അതല്ലേ അവരുടെയൊക്കെ പുണ്യം. അപ്പോ വഅദ്ഖിൽനി ഫി ഇബാദിക ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ എന്നാണ്. അപ്പോ ആ സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുക. അതെങ്ങനെ ഉണ്ടാക്കല്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ അബി മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരുടെയും ചീത്ത കൂട്ടുകാരുടെയും ഉദാഹരണം, നല്ല കൂട്ടുകാരുടെയും ചീത്ത കൂട്ടുകാരുടെയും ഉദാഹരണം പറയാ റസൂലുള്ളാഹ്. അത് ആരെപ്പോലെയാണ്? കഹാമിലിൽ മിസ്കി, ഒരാള് നല്ലതിന്റെ ആള് സുഗന്ധം മിസ്ക് ചുമന്ന് നടക്കുന്ന കസ്തൂരിയുമായി അത് വഹിച്ചു വരുന്ന ആളെ പോലെയാണ്. മറ്റത് വനാഫിഖിൽ കീരി, കീർ ഊതുന്ന ആളെ പോലെയാണ്. ഈ കരിവാന്റെ ആലയിൽ ഊതുന്ന, തീയത്തിക്കാൻ വേണ്ടി ഊതുന്ന കീർ, അത് ഊതുന്ന ആളെ പോലെയാണ് മറ്റേത് എന്ന് അങ്ങനെ പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. അതായത് നല്ല കൂട്ടുകെട്ട് ഒരു സുഗന്ധം വഹിച്ച ആളോടുള്ള കൂട്ടുകെട്ട് പോലെയാണ്. ചീത്ത ആളുകളോടുള്ള കൂട്ടുകെട്ട് ഏതുപോലെയാണ്? ഈ കീർ ഊതുന്ന, ഈ എന്തെന്നാ പറയാ, ഈ കുഴൽ ഊതുമല്ലോ, ആ കീറിന് എന്തെന്നാ പറയാ, അത് ഊതുന്ന ഈ കരിവാൻ, അല്ലെങ്കിൽ ഞങ്ങളവിടൊക്കെ കരിവാൻ എന്ന് പറയും, ഇരുമ്പിന്റെ പണി എടുക്കുന്നവർ, അല്ലെങ്കിൽ തട്ടാനെന്നൊക്കെ പറയാം. അവരിങ്ങനെ ആ കുഴലിലൂടെ ഊതിയിട്ട് അപ്പുറത്ത് കത്തിക്കുമല്ലോ, അത് ഊതുന്ന ആളെ പോലെയാണ് എന്ന് കത്തിക്കും. ഇതുപോലെയാകുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ പോരെ? ഇത് പറഞ്ഞു നിർത്താതെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുക, ഫഹാമിലുൽ മിസ്കി, കൊല്ലൻ എന്ന് പറയുന്നവരുണ്ട് ചിലർ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. കൊല്ലന്മാര്. പക്ഷെ ഞങ്ങളാ ഭാഗത്ത് കൊല്ലൻ എന്ന് പറയാൻ ചെരുപ്പ് തുന്നിക്കാം, അതുകൊണ്ട് വ്യത്യാസമുണ്ട്.
ചെരുപ്പുത്തിക്ക പറയും. ഫഹാമിലുൽ മിസ്കി, എന്നിട്ട് റസൂലുള്ള ഇത് വിശദീകരിക്കുന്നത് നോക്ക്. ഹാമിലുൽ മിസ്കി ചെയ്യെന്താ? ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹദിയക വഇമ്മാ അൻ തബ്തഅ മിൻഹു വഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഇത് ഏതൊരാൾക്കും വ്യക്തമായ കാര്യമാണ്. പക്ഷെ റസൂലുള്ള അത് വിശദീകരിക്കുന്നതാണ്. ഒരു അത്തരച്ചവടക്കാരനെ കണ്ടാൽ ഒന്നുകിൽ നമുക്ക് പൈസ കൊടുത്ത ആളേക്കൊന്ന് വാങ്ങാം, ചിലപ്പോ നമ്മളെ കാണുമ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും, പിന്നെ ഇത് പറ്റിയെങ്കിൽ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ചിലർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ സാധാരണ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണത്. ഈ അത്തരച്ചവടക്കാരുടെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോ, പ്രത്യേകിച്ച് മൂല്യമാരുട്ടികളൊക്കെ ആകുമ്പോ അവർക്ക് ഒരു കുപ്പി വെറുതെ കൊടുക്കുന്ന അത്രയേറെ നമ്മൾ സാധാരണ കാണാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയ ആദ്യം സാമ്പിളിന് വേണ്ടി ഗിഫ്റ്റ് തരും, അപ്പോ വേണമെങ്കിൽ പിന്നെ വാങ്ങിയാൽ മതി. ഇങ്ങനെ ഒരു രൂപം. അതല്ലെങ്കിലോ ഒന്നുമില്ലെങ്കിൽ അതിൽ പോയാൽ നല്ല വാസന കിട്ടും. ഇതിപ്പോ നമുക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ റസൂലുള്ള അത് വിശദീകരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ നിങ്ങൾ ചിന്തിക്കണത്, ഒന്നുകിൽ നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ അവൻ നിനക്ക് ഫ്രീ ആയിട്ട് തരും, ഗിഫ്റ്റ് ആയിട്ട് തരും. അതല്ലെങ്കിലോ നിനക്ക് സുഗന്ധം അതിൽ നിന്ന് വമിക്കാം, ആസ്വദിക്കാം എന്ന് പറഞ്ഞു. മറ്റാളാണെങ്കിലോ ഇത് തീ കത്തിച്ചിട്ട് ഒന്നുകിൽ നിന്റെ വസ്ത്രം കൂടി കത്തും, അതല്ലെങ്കിൽ ആ കരിയുന്ന ചീത്ത വാസന നീ അനുഭവിക്കേണ്ടി വരും. ഇതാണ് അവിടെ, ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പോ മസലുൽ സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന രൂപമാണ് കണ്ടത്. റസൂലുള്ളാഹി വിശദമായിട്ട് വിശദീകരിക്കുക, വെറുതെ കണ്ട് പറഞ്ഞു പോയാൽ പറ്റില്ല, വളരെ കൃത്യമായി വിശദീകരിക്കുക. മഹാന്മാരുമായുള്ള ബന്ധം, അവരിൽ നിന്ന് ആ സ്വലാഹ്, അവരിൽ നിന്ന് ആ നൂറ്, അവരിൽ നിന്ന് അവരുടേതായ ആ ആത്മീയ ശുദ്ധി മറ്റുള്ളവരിലേക്ക് പകർന്നു കിട്ടുന്ന രൂപം, അതിന്റെ പൂർണ്ണ രൂപമുണ്ട്, ചെറിയ രൂപമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അവരെ കൂടെ ഇരുന്നിട്ട് അവരുടെ സുഹബത്ത് കൊണ്ട് അവർ നല്ലത് പഠിയുന്ന ഒരവസ്ഥ, നല്ലത് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതാണ് എന്ത് അവസാനം പറഞ്ഞത്, നിനക്ക് സുഗന്ധം കിട്ടും. മറ്റത് ഒന്നുകിൽ നിനക്ക് ഫ്രീ ആയിട്ട് തരും, അല്ലെങ്കിൽ നീ കാശ് കൊടുത്തു വാങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെങ്കിൽ മുക്കാബലയിൽ അങ്ങോട്ട് പലതും ചെലവഴിക്കേണ്ടി വരും, അധ്വാനിച്ചിട്ടേ കിട്ടുള്ളൂ. ചില ആളുകളെ നോക്കിയിട്ട് അവർ അർഹരാണെന്ന് നോക്കിയാൽ അവർക്ക് അധ്വാനമില്ലാതെ ഇങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. അതാണ് പറഞ്ഞത്. ചിലപ്പോ ചില ആളുകളെ കണ്ട് ആ സ്വാലിഹീങ്ങള് ഈ പറഞ്ഞത് അവരുടെ മേലെ ശരിക്കും താരതമ്യം ചെയ്ത് പഠിക്കണല്ലോ, ഉദാഹരണമാണല്ലോ. അപ്പൊ ചിലപ്പോൾ മഹാന്മാരിൽ നിന്ന് നമ്മളൊന്നും അങ്ങോട്ട് ചെലവഴിക്കാതെ തന്നെ ഈ ആള് യോഗ്യനാണെന്ന് മനസ്സിലാക്കി, ഇതിന് അർഹനാണെന്ന് മനസ്സിലാക്കി, ശുദ്ധനാണെന്ന് മനസ്സിലാക്കി അവരിങ്ങോട്ട് തരും. അത് അള്ളാഹു സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അവിടെ പിന്നെ കൂടുതൽ മെനക്കെടന്റെ ഒന്നും ആവശ്യം വരില്ല, അവിടെ ഖിദ്മത്ത് വേണ്ടി വരില്ല, അവിടെ റിയാദകൾ വേണ്ടി വരില്ല, അവിടെ അധ്വാനങ്ങൾ വേണ്ടി വരില്ല. അങ്ങോട്ട് വലിച്ചെടുക്കും. കാന്തം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കും. കാന്തം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കും തന്നിലേക്ക്. എന്നിട്ട് ഈ കാന്തത്തിന്റെ വിശേഷണം ഇതിലേക്ക് കൊടുക്കുകയാണ്. അതാണ് ഇമ്മായുദിയക്ക. രണ്ടാമത്തെ രൂപം, അവിടെ നാം അധ്വാനിക്കേണ്ടി വരും, അവിടെ നാം സേവനങ്ങൾ ചെയ്യേണ്ടി വരും, അവർക്ക് ഖിദ്മത്തിലായി വർഷങ്ങൾ ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും, അതുപോലെ മറ്റ് ഇബാദത്തുകളും മറ്റും ഒക്കെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പലതും ചെയ്ത് അവരുടെ നിശ്ചയപ്രകാരം ആ നിശ്ചയിക്കേണ്ട അവർ ഉദ്ദേശിച്ച രൂപത്തിൽ, അവർ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ കിട്ടും. അതാണ് യബ്തബ്ത. വാങ്ങുമ്പോ നമ്മൾ അങ്ങോട്ട് ചെലവഴിച്ചാൽ അങ്ങോട്ട് കിട്ടുന്നത്, അങ്ങോട്ട് പണം കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നു. അതാണ്. അതിന് പകരം ഇവിടെ പണമല്ല കൊടുക്കേണ്ടത്. ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന, അവർ നമ്മോട് കൽപ്പിക്കുന്ന, അവർ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള തസ്കിയത്തിനുള്ള മാർഗങ്ങളാണ് നാം അവലംബിക്കേണ്ടത്. എന്നിട്ട് ശ്രമത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന്. അപ്പോ ഇതാണ്. ഇതിലേതാ വേണ്ടത്? വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നത് കൊണ്ടായില്ലോ? ഒക്കെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും ഇതൊക്കെ വിശദീകരിച്ചതാണ്. ഇതുപോലെ പല ഹദീസുകളും വേണ്ട വിധത്തിൽ ഇങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ വെറുതെ ഉദാഹരണം പറഞ്ഞ് അങ്ങോട്ട് പോയാൽ പറ്റില്ലല്ലോ. വളരെ കൃത്യമായി ഇതിനെ ഒരു ഉദാഹരിച്ച് റസൂലുള്ള പറയുമ്പോൾ
ഇത് അതിന്റെ മേൽ എങ്ങനെയാണ് സാധിക്കാവുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാഉ എന്ന് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് സെലക്ട് ചെയ്യും. അവിടെ അധ്വാനമൊന്നും വേണ്ടി വരില്ല. അങ്ങോട്ട് സെലക്ട് ചെയ്താൽ പിന്നെ അവന് മെനക്കെടില്ലാതെ അധ്വാനിക്കും. ആ അധ്വാനത്തിന് മെനക്കെട് ഉണ്ടാവില്ല, കുൽഫത്ത് ഉണ്ടാവില്ല. അതാണ് ഒരു വിഭാഗം. വയഹ്ദി ഇലൈഹി മൻ യുനീബ്, ഇനാബത്തുള്ള ആളുകൾ അധ്വാനിച്ചിട്ട് കിട്ടുന്നതും ഉണ്ട്. കണ്ടോ, അധ്വാനിച്ചിട്ട് കിട്ടുന്നതും ഉണ്ട്. മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോ കള്ളന്മാരെ പിടിച്ചിട്ട് കുത്തുബാക്കി വിട്ടവരും ഇവിടെ ഈ ലോകത്തുണ്ട്, മെനക്കെടിച്ചിട്ട് കൊടുത്തവരും ഉണ്ട്. ഇതൊക്കെ ഈ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് ആ കൂടെ നിന്നിട്ട് ആ ഒരു അനുഭൂതി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് അതന്നെ വലിയൊരു കാര്യമാണ്. നോക്ക് നിങ്ങൾ, സുഗന്ധം ഒരു അത്തറ് കച്ചവടക്കാരന്റെ പരിസരത്ത് നിൽക്കുന്നത് പോലെ ഈ മഹാന്മാരെ ചുറ്റിപ്പറ്റുന്ന ഒന്നും ഇങ്ങോട്ടൊരു ശുഅലത്ത് കിട്ടിയില്ല എങ്കിൽ പോലും അവരെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടുള്ള ആസ്വാദനം പോലും വലിയ ആസ്വാദനമാണ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. കണ്ടോ നിങ്ങൾ, അതും വലിയ ആസ്വാദനമാണ്. എന്നാ ഇതൊന്നുമില്ലാതെ അങ്ങോട്ട് അടുത്ത് ചെല്ലാതെ അകലെ നിന്നവർക്ക് ഇതൊന്നുമില്ല. ഞങ്ങൾ ഔലിയാക്കന്മാരെ തള്ളി പറയുന്നൊന്നുമില്ല, ഔലിയാക്കന്മാരായിട്ട് ഞങ്ങള് എതിരൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിരുന്നോണ്ട് അല്ലെങ്കിൽ ലേഖനം എഴുതിയത് കൊണ്ട് ഇതൊന്നും കിട്ടില്ല. റസൂലുള്ള 3 രൂപ പറഞ്ഞത് ഈ 3-1 ആവണം. അവരെ പരിസരത്ത് ചെല്ലണം, അല്ലെങ്കിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യണം, അതായിരുന്നു അപ്പുറമുള്ള രൂപം. അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് അവരുമായി ബന്ധപ്പെട്ട് അവര് മെനക്കെടൊന്നുമില്ലാതെ തരണം. ഇങ്ങനെ 3 രൂപ റസൂലുള്ള വിവരിച്ച 4-മത്തെ നിനക്ക് എവിടുന്നാ കിട്ടുന്നത്? ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഔലിയാക്കളെ തള്ളി പറയുന്നൊന്നുമില്ല, അവർക്ക് വെറുതെ സുന്നികൾ പറയണം എന്ന് പറയുന്നതുകൊണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാലിഹീങ്ങളുമായുള്ള ബന്ധം എങ്ങനെ എന്നാണ് വിശദീകരിച്ചത്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അവരുമായുള്ള സുഹബത്ത് ഉണ്ടായേ പറ്റൂ. അവരുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ബന്ധം, ആ ഒരു മഅയ്യത്ത് നമുക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ അനുഭൂതി. അതാണ് ഹദീസ് പഠിപ്പിച്ചത്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനും സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയത്തുകൾ അതിലേക്ക് സൂചിപ്പിക്കുകയാണ്. മഹാന്മാരുമായുള്ള ചരിത്രം എടുത്തു പരിശോധിച്ചാലും അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മുമ്പ് നമ്മൾ വിവരിച്ച ഹദീസ് തന്നെ ഒന്നുകൂടെ നമുക്ക് വിവരിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഇന്നി ലവാഖിഫുൻ ഫീ ഖൗമിൻ ഫദഉ ലി ഉമറ വഖദ് wudi'a അലാ സരീരിഹി. കട്ടിലിൽ വെക്കപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ടവര് കട്ടിലിൽ വെക്കപ്പെട്ട സമയം, ആ സമയത്ത് എല്ലാവരും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതാ ഇബ്നു അബ്ബാസ് എന്നൊരു പറയാണ്, ഒരാള് ഇദാ റജുലുൻ മിൻ ഖൽഫി, ഒരാള് എന്റെ പിന്നിൽ വന്നു, ഖദ് വളഅ മിർഫഖഹു അലാ മൻകിബി, അദ്ദേഹത്തിന്റെ മുട്ടും കൈ എന്റെ ചുമലിൽ ഇങ്ങനെ വെച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, യർഹമുക്കല്ലാഹ്, ഉമറേ അങ്ങേക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅർജു അൻ യജ്അലക്കല്ലാഹു മഅ സ്വാഹിബൈക്, നിങ്ങളുടെ സ്വാഹിബിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ അല്ലാഹു തആല നിങ്ങളെ ആക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്ന് ഞാൻ കൊതിക്കുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്ന് ഞാൻ ദുആ ചെയ്യുന്നു എന്നൊക്കെ അതിനർത്ഥമുണ്ട്. എന്താ കാരണം? നിങ്ങളെ അള്ളാഹു നിങ്ങളുടെ 2 സ്വാഹിബിന്റെ മുൻഗാമികളായ നിങ്ങളുടെ തുണക്കാരുണ്ടല്ലോ, അവരുടെ കൂടെ തന്നെ ആഖിറത്തിലും നിങ്ങൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം لأني كثيرا ما كنت أسمع رسول الله صلى الله عليه وسلم يقول كنت وأبو بكر وعمر وفعلت أبو بكر وعمر وانطلقت أبو بكر وعمر ودخلت أبو بكر وعمر وخرجت أبو بكر وعمر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നത്, ഞാനും അബൂബക്കറും ഉമറും ആയിരുന്നു, ഞാനും അബൂബക്കറും ഉമറും അങ്ങനെ ചെയ്തു, ഞാനും അബൂബക്കറും ഉമറും കൂടി പോയി, ഞാനും അബൂബക്കറും ഉമറും കൂടി നടന്നു, ഞാനും അബൂബക്കറും ഉമറും കൂടി പ്രവേശിച്ചു. ഇങ്ങനെ നിങ്ങളെ 2 പേരെ ചേർത്തിയിട്ട് റസൂലുള്ളാഹി പറയുന്നത് ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. ജീവിതകാലത്ത് നിങ്ങൾ ഒരുമിച്ചായിരുന്നു. ജീവിതകാലത്ത് തങ്ങളും സിദ്ദീഖും നിങ്ങളും
ഒരുമിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് നോക്കണം നിങ്ങൾ, അതുകൊണ്ട് അക്കാരണത്താൽ, അങ്ങനെ ഒരു ഇത് എനിക്കറിയാം, ആ കാരണം വെച്ചുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് ആഖിറത്തിലും അങ്ങനെ തന്നെയായിരിക്കും, ഖബറിലും അങ്ങനെ തന്നെയായിരിക്കും, മഹ്ശറിലും അങ്ങനെ തന്നെയായിരിക്കും, സ്വർഗത്തിലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാൻ ഫൽതഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കി, ആരാപ്പത് എന്ന് പറയണത്? നോക്കുമ്പോ ഫൈദാ അലി ഇബ്നു അബി താലിബ്, അതാരായിരുന്നു? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അലി ഇബ്നു അബി താലിബ് തങ്ങളായിരുന്നു അത്. നോക്കണം നിങ്ങൾ, അവരുടെ ഒരു വിശ്വാസം നിങ്ങൾ നോക്ക്. നിങ്ങൾ ദീനിന് വേണ്ടി 10 വർഷം ഭരിച്ചിട്ട് ആ ഭരണം പരിശുദ്ധ ഇസ്ലാമിന്റെ അതിന്റെ അന്തസ്, അതിന്റെ ഇസ്സത്ത്, അതിന്റെ വിജയം, അത് അതിന്റെ മൂർധന്യ ദശയിൽ അതിന്റെ മൂർധീഭാവം പൂണ്ടു നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ വഫാത്താകുന്നത്. ആ നിലക്ക് ദീനിനെ സഹായിച്ച, ദീനിന് ഖിദ്മത്തെടുത്ത മറ്റൊരാളില്ല എന്ന് പറയാവുന്ന വിധത്തിലാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ മഹാനവറുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം 2 വർഷം ചില്ലാനോ ഉണ്ടായുള്ളൂ. അന്ന് ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. അന്ന് അത് അടിച്ചൊതുക്കലായിരുന്നു മൂപ്പരുടെ പണി. എന്നാൽ അതിനുശേഷം, ശാന്തമായതിനു ശേഷം ഭരണം ഏറ്റെടുത്തുകൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും മാതൃകയാവുന്ന വിധത്തിൽ ഒരു അബ്ഖരി, ഒരു പ്രതിപാദനനായ, അതുല്യമായ പ്രതിപാദനനായി ജീവിച്ച മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നിങ്ങൾക്ക് തങ്ങളെ കൂടെ, നിങ്ങൾക്ക് സിദ്ദീഖിന്റെ കൂടെ സീറ്റ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ കാലത്തല്ലേ കിസ്റ സാമ്രാജ്യം തകർന്നത്, നിങ്ങളുടെ കാലത്തല്ലേ റോമ സാമ്രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു ചെന്നത്, നിങ്ങളുടെ കാലത്തല്ലേ അതുണ്ടായത്, നിങ്ങൾ ഇസ്ലാമായതിനു ശേഷമല്ലേ ഞങ്ങൾക്ക് പരസ്യമായി ഖുർആൻ ഓതാൻ അവസരമുണ്ടായത് എന്നൊന്നുമല്ല പറഞ്ഞത്. അതൊന്നല്ല കാരണം പറഞ്ഞത്. അങ്ങനെ മഹാനവറുകൾ ചെയ്ത നേട്ടം വല്ലാതുണ്ട്, എണ്ണിയാൽ ഒതുങ്ങാത്ത നേട്ടമാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അവരെ കൂടെ സീറ്റ് കിട്ടും. കാരണം എന്ത്? നിങ്ങൾ ദുനിയാവിൽ ആ മഹാന്മാരുടെ കൂടെ ആയിരുന്നു, അവരോട് ഒരു പ്രത്യേക ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങളോട് ഒരു പ്രത്യേക ബന്ധം അവർക്കും ഉണ്ടായിരുന്നു എന്ന്. ആണോ? നിങ്ങൾക്കൊരു പ്രത്യേക ബന്ധം അവരോടുണ്ടായിരുന്നു, അവർക്കൊരു പ്രത്യേക ബന്ധം നിങ്ങളോടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ എപ്പോഴും ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും എന്ന് പറഞ്ഞ് എന്തൊരു കാര്യം പറയുമ്പോഴും പരമാവധി അങ്ങനെ ചേർത്തി പറയുന്നത് ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണ് സുന്നത്ത് ജമാഅത്ത്, ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ, അതിന്റെ ഈ യാഥാർത്ഥ്യങ്ങളെ, ഈ ആശയങ്ങളെ, ഈ അടിസ്ഥാനമായ തത്വങ്ങളെ ഗണ്ണിക്കാനോ വിമർശിക്കാനോ തള്ളി പറയാനോ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. ദീനുമായും ഇൽമുമായും എന്തെങ്കിലും ബന്ധമുള്ള ഒരാൾക്ക് സാധ്യമല്ല. ആരെങ്കിലും അവിടെ നിന്ന് നഞ്ഞമിഞ്ഞ പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ തള്ളിപ്പറയാൻ ആർക്കാ കഴിയുക? ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ദീനാണ്. അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ ആ സുന്നത്ത് ജമാഅത്ത് തന്നെയാണ് നമ്മുടെ ഉലമാവ് മനസ്സിലാക്കിയത്, നമ്മുടെ ആലിമീങ്ങൾ മനസ്സിലാക്കിയത്. അതിന് കോട്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന രംഗം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയത്. ഇന്നും അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അടിസ്ഥാനപരമായി പ്രധാനമായി അതിന്റെ പ്രവർത്തന മേഖലയും അത് തന്നെയാണ്. ബാക്കിയൊക്കെ തബഅൻ. അങ്ങനെയാണ് ആവേണ്ടതും. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ആശയം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. സൂറത്തുൽ കഹ്ഫ് വളരെ അടിസ്ഥാനപരമായ ഒരു സൂറത്താണ്. എല്ലാ സൂറത്തും, ഖുർആന്റെ എല്ലാ സൂറത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിസ്ഥാനപരമായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ അത്ഭുതകരമായ രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ അടിസ്ഥാന ആശയങ്ങളിലേക്ക് അതിൻ്റെതായ രൂപത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അത് വിശദമായി പറയൽ ഇപ്പോൾ എന്റെ ലക്ഷ്യമല്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പല കഥകളും അതിൽ പറയുന്നുണ്ടല്ലോ, പല ചരിത്രങ്ങളും അതിൽ പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതലും സുന്നത്താണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഓതണം. മാത്രമല്ല എന്തു പറഞ്ഞിട്ടുണ്ട്?
ഫിത്നത്തു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്ന വല്ലാത്തൊരു ഫിത്ന ഇനി വരാനുണ്ട് ഇവിടെ. അതിനെ തൊട്ട് എല്ലാ അമ്പിയാക്കളും കാവൽ തേടിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും അതിനെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട്. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറൽ അഅ്വറ ദജ്ജാൽ. ഏതൊരു പ്രവാചകനും ആ കണ്ണൊട്ടനെ സംബന്ധിച്ച്, ഒറ്റക്കണ്ണനെ സംബന്ധിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി വളരെ വിശദമായി അവന്റെ വിശേഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ പിശാചിന്റെ, ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു കാര്യം സത്യമാണല്ലോ, ഈ ദജ്ജാല് വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാള് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വന്ന് അതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പിന്നെ ഇതിനാ മുൻഗാമികളായ അമ്പിയാക്കളൊക്കെ അതിനെ തൊട്ട് താക്കീത് ചെയ്യുകയും കാവൽ തേടുകയും ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാവൽ തേടിയത് എന്തിനാ? റസൂലുള്ളാഹിയുടെ കാവൽ തേടൽ ഒരു പക്ഷേ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ എന്തെങ്കിലും പറയാം. മുൻഗാമികൾ എന്തിനു ചെയ്തു? അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വരാനിരിക്കണ്ടല്ലോ, ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ദജ്ജാല് അവസാന അപ്പം വന്നാൽ പിന്നെ അധികമൊന്നും താമസമല്ല. അപ്പൊ പെട്ടെന്ന് വരുന്നതല്ലല്ലോ. പിന്നെ സഹാബത്തും എല്ലാവരും അതിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദജ്ജാല് മാത്രല്ല, ഫിത്നത്തു ദജ്ജാലാണ്. ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിനെ തൊട്ട് മാത്രമല്ല, ദജ്ജാലി ഫിത്ന എന്നും ഉണ്ടാകും എന്നതിലേക്ക് സൂചനയാണ്. ദജ്ജാലി ഫിത്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിലുള്ള ഫിത്നയാണ്, ദുന്യവിയായ ഫിത്നയല്ല. ദീൻ നശിപ്പിക്കുന്ന ഫിത്നയാണ് ദജ്ജാലി ഫിത്ന. ഈ ദജ്ജാലി ഫിത്ന എന്നും ഉണ്ടാകും, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. അമ്പിയാക്കളെ കള്ള അമ്പിയാക്കൾ വന്നുകൊണ്ടുണ്ടാകും, കള്ള ഔലിയാക്കൾ വന്നുകൊണ്ടുണ്ടാകും, കള്ള പണ്ഡിതന്മാര് വന്നുകൊണ്ടുണ്ടാകും. ഇങ്ങനെ മനുഷ്യന്മാരെ ദജ്ജാല് വന്ന് മോമിനീങ്ങളുടെ ഈമാൻ പഴിപ്പിക്കുക, അതാണ് ദീനിലുള്ള ഫിത്ന. അതിനോട് സമാനമായ ഫിത്ന എന്നും ഇവിടെ നിലനിൽക്കും. അതിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടുകയും വേണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ ഒരു സൂചന. എന്നാൽ അവിടെ ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് അവനെ കാണാനുള്ള ആ ദൗർഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ മേൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്ത് ഓതിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചില ഹദീസുകളിൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്തുകൾ അല്ലെങ്കിൽ അവസാനത്തെ ആയത്തുകൾ ഹിഫ്ളാക്കിയാൽ അത് ഈ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദജ്ജാലിന്റെ ഫിത്ന ദീനിലുള്ള ഫിത്നയാണ്. അപ്പൊ ദീനിലുള്ള ഫിത്നക്ക് കാവലാണ് സൂറത്തുൽ കഹ്ഫ് എന്നർത്ഥം. വെറും ഒരു ദജ്ജാലല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദജ്ജാലി എന്ന് പറയുന്ന ആ ജന്തുവിനെ തൊട്ട്, ആ വസ്തു എന്തോ അതിനെ തൊട്ട് തന്നെ കാവലാണെങ്കിൽ പിന്നെ അതിന്റെ ചെറിയനെ തൊട്ടൊക്കെ കാവലാണല്ലോ. അപ്പോ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ ദീനിൽ വരുന്ന ഫിത്ന, ദീനിൽ നമുക്ക് ഫിസ്ക് ബിദ്അത്തിലേക്ക് പോവാതിരിക്കാനുള്ള കാവലാണ് എന്ത് സൂറത്തുൽ കഹ്ഫ് എന്ന്. ദീനിൽ സംഭവിക്കുന്ന ഫിത്നയെ തൊട്ട് കാവലാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ സൂചന. അത് ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസം ഓതുക, ആ സൂറത്തുൽ കഹ്ഫ് ഓതുക. അതാണ് ആ നൂറുണ്ടാകുമെന്ന് പറഞ്ഞത്. ആ നൂറ് കൊണ്ട് ഇവനെ അതിൽ നിന്നും തടയുമെന്ന് പറഞ്ഞതാണ്. അതുപോലെ അതിന്റെ ആദ്യത്തെ ആയത്ത് അല്ലെങ്കിൽ അവസാനത്തെ ആയത്തുകൾ ഹിഫ്ളാക്കുക, പരമാവധി മുഴുവൻ ഹിഫ്ളാക്കാൻ പറ്റുകയാണെങ്കിൽ ഹിഫ്ളാക്കുക. അതൊക്കെയാണ് അതിലെ സൂചന. അത്രയും വലിയ വിഷയമാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദീനിന്റെ അടിത്തറയാണ് അതിലുള്ളത്. എന്നാൽ അത് ഉൾക്കൊണ്ടാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കഹ്ഫ് എന്ന് പറയുന്നത് ഏതാനും ചെറുപ്പക്കാര് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അക്രമിയും ധിക്കാരിയുമായ ഒരു രാജാവിന്റെ മുന്നിൽ ശബ്ദിച്ച ആളുകളാണല്ലോ അസ്ഹാബുൽ കഹ്ഫ്. അവർക്ക് അള്ളാഹു പിന്നീട് സംരക്ഷണം നൽകിയതാണ് കഹ്ഫ് എന്ന് പറയുന്നത്. ആ കഹ്ഫ് കൊണ്ടാണ് ഇതിന് പേര് നൽകപ്പെടുന്നത്, സൂറത്തിന് തന്നെ പേര് നൽകപ്പെടുന്നത്. അതിന് വലിയ അത്ഭുതമാണ്. അതിലും വലിയ പ്രത്യക്ഷത്തിൽ വലുതാണെന്ന് തോന്നാവുന്ന പലതും അതിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ലോകം ഭരിച്ച ദുൽഖർനൈനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭവം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഈ ചെറുപ്പക്കാര് അവര് പ്രവാചകന്മാരല്ല. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാവുന്ന മഹാനായ ആരിഫിന്റെ സംഭവമല്ല. ആ നിലക്കൊന്നും ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തതൊന്നും അല്ല അത്. എന്നിട്ട് ആ ഏതാനും ചെറുപ്പക്കാരുടെ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ആ കഹ്ഫിനെയാണ് എന്താക്കുന്നത്, അവിടെ ആ സൂറത്തിന് പേരെന്നെ നൽകുന്നത്. ആ സൂറത്തുൽ കഹ്ഫ്. എന്നിട്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആദ്യം വിവരിക്കുകയാണ്. ആ അസ്ഹാബുൽ കഹ്ഫ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദിച്ചു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കഹ്ഫിൽ സംരക്ഷണം നൽകി.
കഹ്ഫിൽ 309 വർഷം പിന്നെ ഗുഹയിൽ അവർ താമസിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ഒരു ഉറക്കം അവർക്ക് ഇട്ടുകൊടുത്തു. അവർക്ക് വിഷമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി സുന്ദരമായ ഒരു ഉറക്കം, എന്നാൽ ഒരു പൂർണ്ണ ഉറക്കവുമല്ല, എന്നാൽ ഉറക്കവുമാണ്. ആ വിധത്തിൽ ഉള്ള ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ പറയുന്നത് وَتَرَى الشَّمْسَ إِذَا طَلَعَتْ تَزَاوَرُ عَنْ كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْهُ. സൂര്യൻ ഉദിച്ചാൽ ഇവരുടെ കഹ്ഫിനെ തൊട്ട് ഉദിച്ച് നടക്കുമ്പോൾ ഇവരുടെ ഈ ഗുഹയെ തൊട്ട്, ഗുഹാ കവാടത്തൊട്ട് തൊട്ട് തെറ്റിപ്പോകുന്നത് തങ്ങൾക്ക് കാണാൻ കഴിയും. وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ, അതുപോലെ അസ്തമിക്കുന്ന സമയത്തും അവരുടെ ഗുഹാ കവാടത്തെ തൊട്ട് തെറ്റിപ്പോകുന്നത് കാണാൻ കഴിയും. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു, അവരാണെങ്കിലോ ആ ഗുഹയിൽ നിന്ന് തുറന്ന സ്ഥലത്താണ് താനും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ നേരെ അവരുടെ മുകളിലൂടെ നടന്നാൽ അവർക്ക് ശക്തമായ ചൂടേറ്റിട്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി സൂര്യന്റെ ചലനം മാറുകയാണ്. 309 വർഷം ഈ 7 ചെറുപ്പക്കാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അഹ്ബാബായ ഇവർക്ക് വേണ്ടി പ്രകൃതിയുടെ നിയമത്തെ അള്ളാഹു 309 വർഷം മാറ്റി തിരുത്തി എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ കാണാൻ കഴിയുന്നല്ലേ പറഞ്ഞത്? ഇവർക്ക് ബുദ്ധിമുട്ട് ഏൽക്കാത്ത വിധം ഭൂമിയുടെ സൂര്യന്റെ ചലനത്തെ അള്ളാഹു നിയന്ത്രിച്ചു. നോക്ക്, യാദൃശ്ചികമായി അങ്ങനെ ചലിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു, ചൂട് ഏൽക്കാത്ത സ്ഥലത്തായിരുന്നു എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കാണാം, അതവിടെ നിലനിൽക്കുന്നതല്ല. കാരണം അള്ളാഹു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? അതിലൊരു അവിശ്വസനീയത തോന്നുന്നുണ്ടായിരിക്കും ചിലർക്ക്, അങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തുണ്ടായാല് അള്ളാഹുവിന്റെ ഔലിയാക്കളാട്ടും വലുതാണോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൂര്യൻ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നത് ഇതിലേക്ക് നോക്കിയാൽ വല്ലതുമാണോ? ഒന്നുമല്ല സഹോദരന്മാരെ. ഒരു അത്ഭുതപ്പെടാനുമില്ല. യഥാർത്ഥം മനസ്സിലാക്കിയവർക്ക് ഒരു അത്ഭുതപ്പെടാനുമില്ല. എന്നാൽ യഥാർത്ഥം മനസ്സിലാക്കാത്തവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇതൊരു സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ്, ആയാത്തിൽപ്പെട്ടതാണ്. ദാലിക മിൻ ആയാത്തില്ലാഹ്, അത് ആയാത്തിൽപ്പെട്ടതാണ്. മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്ത്, ഇവിടെ കറാമത്താണ്, അതാണ് ആയാത്ത്. അമാനുഷികമായി അസാധാരണമായി സംഭവിക്കുകയാണ്. അപ്പോഴല്ലേ ആയാത്തായത്? ദാലിക മിൻ ആയാത്തില്ലാഹ്, അത് പ്രത്യേകമായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നോക്കണം, അള്ളാഹു ആ നിലക്ക് പ്രത്യേകമായി അവിടെ തയ്യാർ ചെയ്യുകയാണ്. എന്നിട്ടും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. അതന്നെ അള്ളാഹു പറഞ്ഞു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി. അള്ളാഹ് അങ്ങോട്ട് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചെങ്കിൽ തന്നെ ഹിദായത്ത് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്ക് സംശയ. അതുകൊണ്ട് മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശവനാണ് ഹിദായത്തുള്ളവൻ, ഫഹുവൽ മുഹ്തദ്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. ഒരാളെ അള്ളാഹ് വഴികേടിലാക്കാൻ ഉദ്ദേശം അവനെ നന്നാക്കാൻ ഒരു വലിയനെ കൊണ്ട് സാധിക്കില്ല, വലിയനെ കിട്ടില്ല എന്നാണ്. മനസ്സിലായോ? ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയാണ്. എന്നിട്ട് അതൊന്നുമല്ല അവിടെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം പ്രധാനമായിട്ട് അതല്ല. അങ്ങനെ കഴിഞ്ഞു. പിന്നെ പറയാണ് എന്തെന്ന്, വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദുൻ വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാലി വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അവർക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ കിടന്നിട്ട്, ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ കിടന്നിട്ട് അത് എന്താകാണ്, പിന്നെ ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടി, നശിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിങ്ങനെ മാറ്റി തിരിച്ചും മറിച്ചും കെടുത്തുകയാണ്. വകൽബുഹും ബാസിതുൻ ദിറാഇഹി, അവരുടെ കൂടെ ഒരു നായ കൂടിയിരുന്നു, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ കാക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി. തഫ്സീർ ഖുർത്തുബിയിൽ പറഞ്ഞിട്ടുണ്ട്, ആ നായ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നായനെ ആട്ടാൻ നിന്നപ്പോ, എന്നെ ആട്ടണ്ട, ഞാൻ നിങ്ങൾക്ക് ഉപദ്രവമൊന്നും വരുത്തില്ല, ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന നായയാണെന്നൊക്കെ പറഞ്ഞു എന്ന് തഫ്സീർ ഖുർത്തുബിയിലൊക്കെ കാണുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അങ്ങനെ ആ നായ അവരുടെ ആ 2 കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും എന്നാ പറഞ്ഞത്. എന്താണ് അത് പറഞ്ഞത്? ഈ നായക്ക്
ആ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത ആ പ്രത്യേകമായ ഉറക്കം, ആ പ്രത്യേകമായ ആനുകൂല്യം, ആ പ്രത്യേകമായ സംരക്ഷണം, അത് മുഴുവനും ഈ നായക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. കൂടെ കൂടിയപ്പോൾ അവർക്ക് കൊടുത്തത് മുഴുവനും ഇവർക്കും കൊടുക്കുകയാണ്. മാത്രമല്ല, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ്. ആളുകൾ പറയും അവരെ സംബന്ധിച്ച് അവർ എത്ര ആളായിരുന്നു എന്ന ചർച്ച വരുമ്പോൾ അവർ 3 ആയിരുന്നു, 4ാമത്തെ നായയായിരുന്നു, 5 ആയിരുന്നു, 6ാമത്തെ നായയായിരുന്നു എന്നൊക്കെ പറയും. എന്നാൽ യഖൂലൂന സബ്അത്തും വസാമിനുഹും കൽബുഹും, അവർ 7 ആയിരുന്നു, 8ാമത്തെ നായയായിരുന്നു എന്ന് അല്ലാഹു തആല പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാന്റെ കിതാബ് ഈ വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ പറയാണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ പറയാനുള്ള ഈ കിതാബിൽ ഒരു നായനെ സംബന്ധിച്ച ഒരൊറ്റ ആയത്തിൽ 3 വട്ടം. നിങ്ങൾ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളായാലും പറയണ്ട, ഞങ്ങൾ 5 ആളുണ്ട്, ഞങ്ങളൊരു നായ ഉണ്ടെന്ന് പറയാറുണ്ടോ? അങ്ങനെ നമ്മൾ പറയോ? സാധാരണ മനുഷ്യന്മാരങ്ങനെ പറയാറില്ലല്ലോ. ഞങ്ങൾ 4 ആളുണ്ട്, ഒരു നായുണ്ട്, അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, സാധാരണ പറയാറില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ മഹാന്മാരുടെ കൂടെ കൂടിയ നായനെ സംബന്ധിച്ചാ പറയുന്നത്. ഒരൊറ്റ ആയത്തിൽ 3 വട്ടം പറയാം. അതാണ് ഇമാം ഖുർത്തുബി പറഞ്ഞത്, കൽബുൻ അഹബ്ബ ഖൗമൻ, ഒരു കൽബ് ഒരു ഖൗമിനെ സ്നേഹിച്ചു. ഫജാഅ ദിക്റുഹു ഫിൽ കിതാബ്, അള്ളാന്റെ കിതാബിൽ എന്തെല്ലാം പറയാനുള്ള കിതാബില് ആ കൽബിന്റെ ദിക്ർ പലവട്ടം വന്നു. ഫകൈഫ ബിനാ, ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ? നമ്മളെടുത്ത് ഈമാനിന്റെ അഖദുണ്ട്, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തുണ്ട്, കലിമത്ത് ഇസ്ലാമിന്റെ ഷഹാദത്തുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞിട്ട് മറ്റു പലരും തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു ആള് മഹാന്മാരുടെ കൂടെ കൂടിയവർക്ക് കിട്ടിയതാണ് ആ കിട്ടുന്നത്. മഹാന്മാരുടെ കൂടെ കൂടിയവർക്ക് കിട്ടിയത്, അവരുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തവർക്ക് കിട്ടിയത്. അത് ഏത് ജാതിയായാലും ഏത് വർഗമായാലും ഏത് ജീവിയായാലും കിട്ടുക എന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ പ്രസംഗിക്കുന്നല്ല. മഹാന്മാരായ ആളുകൾ വെറുതെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞതൊന്നല്ല. തഫ്സീറുകളിലൊന്നും അങ്ങനെ പറയുന്ന ഇമാമിങ്ങളല്ല നമ്മുടെ ഇമാമിങ്ങൾ. അവർ അത് കൃത്യമായി അപ്പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ടും കൂടിയാണ് അത് പറയുന്നത്. ഈ സംഭവം അങ്ങോട്ട് വിശദീകരിച്ചിട്ട്, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അങ്ങോട്ട് വിശദീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് എന്താ? വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ എന്നാ പിന്നെ പറഞ്ഞത്. നോക്കണം നിങ്ങൾ, അതാണ് ആ ആശയം. ആ ചരിത്രത്തിൽ നിന്ന് കിട്ടിയ മർമ്മപ്രധാനമായ ആശയത്തെ തൊട്ടടുത്ത് പറയാ. ആ സംഭവം കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞ് ഒരായത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ, സദാ അല്ലാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ കൂടെ നിന്നോളണം. വസ്ബിർ നഫ്സക, ശരീരത്തെ അവിടെ പിടിച്ചു നിർത്തിക്കൊള്ളണം. ശരീരം ഓടി തെറിപ്പിച്ചു പോകും, അതിന് കുറച്ച് പ്രയാസമുള്ളതാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. മാത്രമല്ല, സാധാരണ ശരീരങ്ങളെ അതിനെ പിന്നെ വെറുപ്പിക്കാനുള്ള പലതും അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യും. അതൊക്കെ ക്ഷമിച്ച് നിന്നോളണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട്, അഥവാ സദാ ദുആ ചെയ്തുകൊണ്ടും ദിക്റിലും ഇബാദത്തിലുമായി മുഴുകി ജീവിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നവരും. വലാ തഅദു ഐനാക അൻഹും, കണ്ടോ? വലാ തഅദു ഐനാക അൻഹും, അവരെ തൊട്ട് തിരിഞ്ഞു കളയാൻ പോലും പാടില്ല എന്നാ പറഞ്ഞത്. അവരെ നോക്കിയിരിക്കുന്നത് പോലും ഇബാദത്താണ്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇബാദത്താണ്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ എന്നാണ്. ഇനി എന്താ വേണ്ടത്? ഇങ്ങനെ വളരെ സ്പഷ്ടമായി എത്ര ആയത്തുകൾ, എത്ര സംഭവങ്ങൾ, എത്ര വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ചരിത്രത്തിലും നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ അടിത്തറ. ഈ അടിത്തറ നിലനിർത്തുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മഹാന്മാരെ
എങ്ങനെയൊക്കെ നമുക്ക് അവരുമായി അടുക്കാനും അവരുമായുള്ള ബന്ധം നിലനിർത്തുവാനും, അത് അവരുടെ ജീവിതകാലത്ത് മാത്രമല്ല മരണകാലത്തും അവരുമായി സിയാറത്ത് ചെയ്യുവാനും അവരെ സന്ദർശിക്കുവാനും. നോക്കൂ, അതൊക്കെ സന്ദർശനം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ബന്ധത്തെ രൂഢമൂലമാക്കുന്ന വിഷയങ്ങളാണ്. നമ്മൾ കുറെ കാലം കാണാണ്ടായാൽ മറന്നുപോകുമല്ലോ. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. അത് സന്ദർശനം, അത് ദുനിയാവിൽ ജീവിതകാലത്താണെങ്കിൽ അങ്ങനെ, മരണശേഷമാണെങ്കിൽ അങ്ങനെ. പിന്നെ ചില ആളുകൾ ചോദിക്കും, മഹാന്മാരുടെ ഖബറിന് അവിടെ പോയിട്ട് ഫാത്തിഹ ഓതണോ? നമുക്ക് ഇവിടുന്ന് ഓതിയാലോണ്ട് എത്തില്ലേ? അതുകൊണ്ട് സന്ദർശനാവില്ല. നമ്മൾ ഒരാളോട് ഫോണിൽ സലാം പറയുന്നതും അല്ലെങ്കിൽ ഒരാളുടെ അടുത്തേക്ക് ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ സലാം കൊടുത്തയക്കുന്നതും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന എത്ര വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. നമുക്ക് അവരുമായുള്ള ആത്മീയമായ ബന്ധമുണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ആ ഗുണത്തിന് എല്ലാ വിഷയങ്ങളും ഒരുപോലെയല്ല. അവരെടുത്ത് ചെല്ലുക, ഇടക്കിടക്ക് ചെല്ലുക, അല്ലാത്ത സമയത്ത് ഫാത്തിഹ അവരുടെ മേലെ ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പറ്റുന്ന സമയത്ത് പോവുക, ജീവിതകാലത്ത് പോവുക, മരണശേഷം പോവുക, അവരോട് സലാം പറയുക, അവിടെ ഹദിയ കൊടുക്കുക, നേർച്ച കൊടുക്കുക. ഇതൊക്കെ മഹാന്മാര് ചെയ്തിരുന്നതാണല്ലോ. അതൊക്കെ ബന്ധം രൂഢമൂലമാക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു ശൈലി, അങ്ങനെയുള്ള ഒരു സിദ്ധാന്തം, അങ്ങനെയുള്ള ഒരു അടിസ്ഥാന തത്വം, അതാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന തത്വം. ആ വിഷയത്തിൽ നമുക്ക് യാതൊരു ചാഞ്ചാട്ടമോ യാതൊരു ഇളക്കമോ യാതൊരു വക സംശയമോ ഉണ്ടാവാൻ പാടില്ല. എവിടെ സംശയം വരുമോ അത് മുളയിലെ നുള്ളിക്കളഞ്ഞുകൊണ്ട് ആ ആശയത്തെ അടിസ്ഥാനപരമായുള്ള ഈ വിഷയത്തെ എന്നും നാം സജീവമായി നിലനിർത്തൽ നമ്മുടെ ബാധ്യതയാണ്. നാം ആലോചിക്കണം, ബഹുമാനപ്പെട്ട മഹാനവറുകൾ തൃപ്പനച്ചി ഞാൻ കൂടുതൽ അടുത്ത് ബന്ധപ്പെടാനൊന്നും എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ അകലെയുള്ള ആളാണല്ലോ. പിന്നെ ഗൾഫിലൊക്കെ ആയതുകൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് അതിനുള്ള തൗഫീഖ് ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും മറ്റ് പലരിൽ നിന്നും പല ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. വലിയ ഒരു മഹാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ മഹാനവറുകള് പലപ്പോഴും ദുആ ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് എന്നത് വളരെ കൃത്യമായി വളരെ സത്യസന്ധമായി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ്. യാതൊരു സംശയവും ഇല്ലാത്ത വിവരമാണ്. അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ചിലരെ അവിടെ പോവാൻ പറയുകയും അവരോട് ദുആ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന സംഭവ പതിവുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പലപ്പോഴും അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യും. അവസാനം ആ വഫാത്തായ ആ വർഷം ആ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാരിൽപ്പെട്ട ആള്, മൂപ്പരുടെ സമ്മതം മൂപ്പര് കൽപ്പിച്ചിട്ടൊന്നല്ല, അല്ലാതെ തന്നെ പോയി. ഇങ്ങനെ സാധാരണ പറഞ്ഞേക്കാറുണ്ടല്ലോ എന്ന നിലക്ക് പോയി. ആ സമയത്ത് ഇപ്പോ ഇനി തിരിച്ചു വിളിക്കേണ്ട സമയം അടുത്തിട്ടുണ്ട് എന്ന ആ സൂചന നൽകുന്ന ആ ഒരു മറുപടിയാണ് ഉണ്ടായത് എന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം, അതുല്യനായ ആ മഹാപണ്ഡിതൻ, ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവസാനം മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു കുത്ത് കിട്ടുകയാണല്ലോ. അങ്ങനെ ആ അസുഖം മൂർജിച്ച സമയത്ത് നഫീസത്ത് ബീവിയുടെ അടുത്തേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞയച്ചപ്പോൾ, അന്ന് ബീഗൂർണത്തിനോടും തേട്ടമിൽ പകരത്തെ അഹദവൻ ലിഖാനവർക്ക് നൽകിരറ്റുന്നുറ്റേ എന്നാണ്. അഥവാ അന്ന് ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിന്റെ ലിഖാ അള്ളാഹു നൽകട്ടെ എന്നായിരുന്നു നഫീസത്ത് ബീവിയുടെ ദുആ. ആ വിവരം വന്ന് പറഞ്ഞപ്പോൾ ഇമാമുന ഷാഫിഈ തങ്ങൾ അജലി, അത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്, സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ മഹാന്മാരിലൊക്കെ കാണാം ഈ നിലക്കുള്ള ആ ഒരു ബന്ധം. ആലിമീങ്ങളും ആരിഫീങ്ങളിലും ഒക്കെ കാണാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാപണ്ഡിതനും ആ ലോകത്തെ ആ ആത്മീയ ലോകത്തും അതുല്യമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നു എന്ന് ഈ മഹാൻ തന്നെ പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞയച്ചിരുന്ന ഒരു മഹാൻ ആണ് എന്നും മനസ്സിലാക്കുമ്പോൾ അത് എത്ര വലിയ ആളായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് അതിന്റെ വിഷയം. പിന്നെ കറാമത്തുകൾ, അത്ഭുതങ്ങൾ, അത് ചിലപ്പോ അത് പലർക്കും പറയാം ഉള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുന്ന കാലമാണെന്ന്. അപ്പോ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത്തരം മഹാന്മാരായ നിഷ്കളങ്കരും
പിന്നെ നിഷേധിക്കാൻ കഴിയാത്തവരുമായ നമുക്ക് മാതൃകായോഗ്യരായ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞയച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ മതി നമുക്ക് അവരെ അളക്കാൻ. അവർ എത്ര വലിയ സ്ഥാനത്ത്, ആത്മീയ ലോകത്ത് എത്ര ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന മഹാനായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ പല സംഭവങ്ങളും പല ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. MT ഉസ്താദ്, നമ്മളെ MT അബ്ദുള്ള മുസ്ലിയാർ ഉണ്ടല്ലോ, മൂപ്പരൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൂപ്പരുടെ ജ്യേഷ്ഠനാനുജന ഒരാള്, മൂപ്പരായിട്ട് വലിയ ബന്ധാ, തൃപ്പനിച്ച് ഉസ്താദിനായിട്ട് ബന്ധാ, നല്ല ബന്ധാണ്. അങ്ങനെ മൂപ്പര് ഒരു മരത്തിൽ കയറി എന്തോ പണി, അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന, അത് അവർ കുറെ കൃഷിയൊക്കെ ഉള്ള ആളുകളാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരത്തിൽ നിന്ന് വീണു, പെട്ടെന്ന് വീണു. അങ്ങനെ തണ്ടലിന് എന്തോ വലിയ അസുഖം പറ്റി. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടാകാൻ തുടങ്ങിയപ്പോ മൂപ്പര് സമ്മതിച്ചില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പോകില്ല, ഞാൻ മൂപ്പരടുത്ത് പോവാണ്, മോലിയടുത്ത് പോവാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തൃപ്പനിച്ചിക്ക് പോയി. അവിടെ ചെന്ന് അവിടെയാണ് ഇപ്പൊ എന്നാ കാണാനുള്ള പ്രയാസമൊക്കെ ഇപ്പൊ നമുക്കറിയാവുന്നതാണല്ലോ. മൂപ്പര് ആ പള്ളിയിൽ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും, എപ്പോഴും ഒന്ന് പുറത്തു വരുമ്പോ കാണാൻ കഴിയും. അങ്ങനെ പുറത്ത് കുറെ ഇങ്ങനെ കാത്തുനിന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയല്ല. അപ്പോ അങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കാണ്. പലരും ഉണ്ട്, ഇയാൾ ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ആ കൂട്ടത്തിൽ മൂപ്പര് അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിലിടക്ക് പെട്ടെന്ന് മിണ്ടുന്നുണ്ട് വെളിവായിട്ട്. കുറെ ഈ സാധു ഇങ്ങനെ നിന്നിരിക്കണം. എനിക്ക് നിൽക്കാൻ വയ്യാന്നൊക്കെ ഇങ്ങനെ തോന്നൽ തുടങ്ങിയിരിക്കണം. കാരണം തണ്ടല് എല്ല് പൊട്ടിയിട്ടോ മറ്റോട്ടല്ല ഈ നിൽക്കുന്നത്, അലി ഒളുക്കിയിട്ടോ എന്താ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ. അങ്ങനെ പിന്നെ അതിലിടക്കുന്നുണ്ട് വെളിവായിട്ട് ഈ ആളെ പേര് വിളിച്ചിട്ട് ഈ കോട്ടക്കുണ്ട് നിന്നെ വൈദ്യുതി അയാൾ നിന്നെ തൈലം വഴിച്ചു വന്നുകൊണ്ട് പറ്റിക്കളെ നടന്നു. അങ്ങനെ വന്നു അത് പോയി പറ്റി. വേറൊന്നും ഇയാളൊന്നും അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഈ ആളവിടെ ഉള്ളത് എങ്ങനെ അറിഞ്ഞൊന്നും അറിയില്ല. അങ്ങനെ വന്ന് ഇയാളെ വിളിച്ചിട്ട് ഇതാണ്ട് പറ്റിക്കൊന്നും പറഞ്ഞ് അത് പോകുന്നു. അത് പറ്റി അതാണ് മാറും ചെയ്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം MT ഉസ്താദ് ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലർക്കും പല അനുഭവങ്ങളും അങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ കാണിച്ചതുണ്ട്. അത് നമുക്കൊക്കെ സാധാരണ പറയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ യഥാർത്ഥം അതുകൊണ്ടൊന്നല്ല നമ്മൾ വിലയിരുത്തുന്നത്. അവരൊരു വലിയ ഏതോ ഒരു ലോകത്ത് വിരാജിക്കുന്ന ഒരു മഹാനാണ് എന്ന് പല മഹാന്മാരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മരണശേഷവും അവരുടെ ഗുണം, അവരെ കൊണ്ടുള്ള ഗുണം ഈ ഉമ്മത്തിന് നിലനിർത്തി തരുമാറാവട്ടെ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിന്റെ ആത്മീയമായ ചൈതന്യത്തിനും അവരുടെ വിഷമങ്ങളുടെ പരിഹാരത്തിനും അതിനു വേണമല്ലോ ഇവിടെ ആളുകൾ അവരുടെ മരണശേഷം ജീവിതകാലത്തുള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ ആ ജ്യോതിസ് തിളങ്ങി നിൽക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവരുടെ മദദും സഹായവും ബർക്കത്തും എന്നെന്നും നമുക്കും നമ്മുടെ ഈ ക്ലാസ് റൂമിനും അവരെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നിലനിർത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ഇപ്പോൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പണ്ഡിതന്മാരും നേതാക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവസാനം ദുആ ചെയ്യണം. നമുക്ക് എല്ലാവരും സജീവമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നീസം മൈക്കിലുണ്ടപ്പോ ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? അതോ ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലേ? മൈക്ക് പോയതാണ് സുന്നീസത്തിന്. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഉസ്താദ് അബ്ദുസ്സലാം ബാഖവിയുടെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണത്തിന് പുറമെ അതിനപ്പുറം ഒരു തസവൂഫ് സംബന്ധമായ വളരെ പഠനാർഹമായ ഒരു ക്ലാസ് ാണ് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മൂപ്പര്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെയാണ് പറയാറ്. സാധാരണ കക്കിളിപ്പുറം മൂപ്പര്, അതുപോലെ അറക്കല മൂപ്പര്, ഇങ്ങനെ മഹാന്മാരായ ആളുകളാകുമ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ മൂപ്പര് എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മൂപ്പര്, അദ്ദേഹത്തിന്റെ ആ വലിപ്പത്തരം മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു, ദുആർപ്പിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആ മഹാന്റെ വലിപ്പം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കൊക്കെ ആ മഹാനെ കുറിച്ച് മനസ്സിലായിരിക്കുന്നു. അദ്ദേഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചിരിക്കുന്നു. മഹാന്മാർക്കാണല്ലോ മഹാന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കുക.
ഒരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ അത്ര ഉയരമുള്ള ആളുടെ അത്ര ഉയർന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. ഒരാളുടെ കുൻഹി ഹഖീഖത്ത്, ഒരാളുടെ യാഥാർത്ഥ്യമായും ഉൾക്കൊള്ളണമെങ്കിൽ ആ ആളുടെ അത്ര ഉന്നതനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഉദാഹരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആരാണ് എന്ന് അറിയണമെങ്കിൽ, ശംസുൽ ഉലമയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അത്ര പാണ്ഡിത്യത്തിലും ബുദ്ധിയിലും കഴിവിലൊക്കെ യോഗ്യനായ ഒരാൾ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശംസുൽ എന്ന വലിയൊരു മുസ്ലിയാരാണ്, മറ്റുള്ള ആളുകളെക്കാളും ഒക്കെ കൂടുതൽ കഴിവുള്ള ഒരാളാണ്, ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്, ഖുർആനിലും ഹദീസിലും മറ്റ് ദീനി ഉലൂമുകളിലും മറ്റ് ഭൗതികപരമായ വിഷയങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തി പറയല്ല ചെയ്യാൻ സാധിക്കുമെന്നല്ലാതെ ആരാണ് അദ്ദേഹം എന്ന് പൂർണ്ണമായും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. കാരണം നാം അദ്ദേഹത്തിന്റെ അത്ര ഉയർന്നിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾക്കാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സാധാരണ സംസാരിക്കണം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടിട്ട് കുറെ അധികം കാര്യങ്ങൾ പറയാണ്ടാവും. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വളരെ വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സാധാരണ സംസാരിക്കേണ്ടുന്ന സമയത്ത് അല്ലാതെ സംസാരിക്കുന്നത് നമ്മൾ ആരും കാണാറില്ല. കാരണം അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിന് സംസാരം നേരില്ല എന്ന്. കാരണം ഓരോ വിറുതുകളൊക്കെ അദ്ദേഹത്തിന് 10,000-കണക്കിലൊക്കെയാണ് ചെല്ലാനുള്ളത്. ചില ആളുകൾക്ക്, നമ്മിൽപ്പെട്ട പല ആളുകൾക്കും അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 പ്രാവശ്യം, സ്വലാത്ത് ചിലപ്പോൾ 100, ഇങ്ങനെയൊക്കെ ഒരു കണക്ക്. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. ഓരോ ദിക്റുകൾക്ക് 10,000-കണക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. പല മഹാന്മാരുടെ അടുക്കൽ നിന്ന് ലഭിച്ച ഓരോ വിറുതുകൾ അതൊക്കെ 10,000-കണക്കിലാണ്. അതൊക്കെ ഒരു ദിവസം 24 മണിക്കൂർ ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സദാസമയത്തും തല താഴ്ത്തിക്കൊണ്ട് ആ ചെല്ലുന്ന കാര്യത്തിൽ അങ്ങോട്ട് ശ്രദ്ധ മുഴുവൻ അതിൽ ആക്കിക്കൊണ്ട് അദ്ദേഹം അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊക്കെ ചെല്ലിയിരുന്ന ഒരു മഹാനാണ്. അതുപോലെ തന്നെ ശംസുൽ ഉലമയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം സദാസമയത്തും കിതാബ് നോക്കുന്ന ആളുമായിരുന്നു എന്ന്. സാധാരണ അദ്ദേഹത്തിന്റെ അത്ര വലിയ പണ്ഡിതന്മാരൊക്കെ ആകുമ്പോൾ അത് പിന്നെ കിതാബ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം മരിക്കുന്നത് വരേക്കും ഒരു മഹാപണ്ഡിതനായ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അദ്ദേഹം കിതാബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും. എന്റെ ഇടക്ക് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ പെട്ടെന്ന് പിന്നെ കിതാബ് എടുത്തിട്ട് ഒന്നുകൂടി നോക്കും. അത് കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ശേഷം വിരലിങ്ങനെ ഈമ്പുമല്ലോ, ആ വിരലി ഈമ്പുടേന്റെ ഇടയിൽ പെട്ടെന്ന് കിതാബ് എടുത്ത് നോക്കിയെന്ന്, എന്തോ ഒരു പ്രത്യേകമായ പോയിന്റ് ലഭിച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ സദാസമയത്തും ഒന്നുകിൽ കിതാബ് അള്ളാഹുവിന്റെ ദീനി ഉലൂമിനെ കുറിച്ച് ചിന്തിക്കുക, അതല്ലെങ്കിൽ സദാസമയത്തും ദിക്ർ ചൊല്ലുക, ജീവിതം മുഴുവൻ അള്ളാഹുവിന് മാത്രം ജീവിക്കുക, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ലാതിരിക്കുക, ഇങ്ങനെ എന്നുള്ളത് മാത്രം. അങ്ങനത്തെ ഒരു ജീവിതത്തെ കുറിച്ച് എന്താണ് നമ്മൾ പറയാ? അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സമ്മതിച്ച ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മൂപ്പര്. എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായില്ല. അത് വല്ലാത്തൊരു നഷ്ടം തന്നെ ആയിട്ടുണ്ട്. കുറച്ച് ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ സാധിക്കുമായിരുന്നു, പക്ഷെ ആ ഭാഗ്യം ലഭിച്ചില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ ആ മദദ് കൊണ്ട് നമ്മെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ആ ഫൈളാന് നമുക്ക് അള്ളാഹു സദാസമയത്തും ചൊരിഞ്ഞു തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവരും ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവിക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സുന്നീസത്തെ മൈക്കിലേക്ക് ക്ഷണിക്കാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സും ഉണ്ട്. പിന്നെ പറഞ്ഞ കേൾക്കുണ്ടാവുമല്ലേ? കേൾക്കണമെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തൃപ്പനച്ച് മൂപ്പരെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം, മൈക്ക് എടുക്കാം. കാരണം അതൊക്കെ ഒരു പുണ്യമാണ്. നമുക്ക് അവരെ പോലെ നമുക്ക് ആവാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി, അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരുടെ ആ ബർക്കത്ത് നേടുക, അതുകൊണ്ടൊക്കെ അവരുടെ ശഫാഅത്ത് നാം പ്രതീക്ഷിക്കുക.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ശഫാഅത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തീർമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു സഹോദരന്മാരെ, വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം നമ്മളോട് ഇന്ന് ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ് നാം ക്ലാസ് റൂമിൽ ഇപ്പോൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹം ദിക്റിലും ദായിമിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന അദ്ദേഹം എൻ്റെ ഏകദേശം 2-3 കിലോമീറ്റർ അടുത്താണ് എൻ്റെ നാട്. അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മലയിൽ അവിടെ ഒരു കുടിമരം അദ്ദേഹം ആദ്യമായി നിർമ്മിച്ച ആ ആദ്യ അവസരത്തിൽ തന്നെ ദിക്ർ ദുആ സമ്മേളനം ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. ഉദ്ഘാടന സമയത്ത് അദ്ദേഹം തന്നെ അതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നു. നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ വൈകുന്നേരം തുടങ്ങിയിട്ട് സുബഹി സമയം വരെ ദിക്ർ ദുആ സമ്മേളനം അദ്ദേഹം ദിക്ർ ദുആ സമ്മേളനത്തിൽ അദ്ദേഹം വന്നിട്ട് വൈകുന്നേരം ഇശാക്ക് ശേഷം തുടങ്ങി സുബഹി സമയം വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം നിന്നും അദ്ദേഹം നിൽക്കാൻ പറഞ്ഞ അവസരത്തിൽ എല്ലാവരും നിന്നിട്ടായിരുന്നു ചൊല്ലിയിരുന്നത്. കൂടെയുള്ളവരെല്ലാം ഇത്രയും സമയം നിന്ന് വളരെയധികം ബുദ്ധിമുട്ടിയ സമയത്ത് അദ്ദേഹം വന്ന് നിന്ന ആ നിൽപ്പിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാതെ അദ്ദേഹം ആ നിൽപ്പിൽ തന്നെ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ അന്ന് അവിടെ ദിക്റും ദായിമുമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ സമയത്തിൽ ഒരുപാട് ആളുകൾ കൈപൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ കൂടെ നമ്മെയും സ്വർഗീയ പൂന്തോപ്പിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നൂർ ഫൈലി ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ബർക്കത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൈക്കെടുത്തത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ചും അവരുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ബാഖവി ഉസ്താദ് വളരെ റാഹത്തായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്ന്, മഹാനവറുകളുടെ കൂടെ ഒരു 3-4 തവണ സംബന്ധിക്കാനും മഹാനവറുകളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയല് നല്ല കാര്യത്തിൽ പെട്ടതാണ് എന്നുള്ള നിലക്ക് പറയാണ്. അൽഹംദുലില്ലാഹ് അതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. മഹാനവറുകള് പ്രത്യേകം ദുആ ചെയ്യാനും ചൊയ്പ്പിക്കാനൊക്കെ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാല്, 2 ദിവസം മുമ്പ് നമ്മോട് ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഒന്നും കൂടി ഊന്നി നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തെന്ന് വെച്ചാല്, സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രത്യേകത, ആ സമസ്തയെ അംഗീകരിച്ച് സമസ്തയുടെ നേതാക്കന്മാരെ അംഗീകരിച്ച് അവരാണ് സത്യത്തിന്റെ പാത എന്ന് ആബിദും സൂഫിയുമായ വലിയുമായ ഈ കാലഘട്ടത്തില് നമുക്കൊക്കെ കാണാൻ പറ്റിയ രൂപത്തില് മഹാനവറുകൾ കാണിച്ചു തന്നു. മഹാനായ കാളമ്പാടി ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ പോലും അതിനൊക്കെ വളരെ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തില് സമസ്തയോടൊപ്പം നിന്ന വലിയായിരുന്നു മഹാനായ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മഹാന്മാരുടെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തില്
ഉസ്താദ് അവറുകൾക്ക് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ശരീക്ക് ഉണ്ടായിരുന്നു, ജാഫർ എന്ന് പറയും. അവര് ചെന്നാൽ ഉസ്താദ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഉസ്താദ് അവിടെ നിൽക്കുമാനെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ പള്ളിന്റെ ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ആ ചെറിയ കുപ്പായവും തുണിയും അദ്ദേഹത്തിന്റെ അടുത്തെടുത്ത് കൊടുക്കും. ഇത് അലക്കി കൊണ്ടുപോവാ, ഇവിടെ തന്നെ അലക്കണം എന്ന് പറയും. അങ്ങനെ ആ പള്ളിയോട് സമീപത്തുള്ള കുളത്തുനിന്ന് മുപ്പരത് അലക്കി അവിടെ തന്നെ പിന്നെ ഉണക്കാനൊക്കെ ഇട്ട് ഉസ്താദിന് തിരിച്ചു കൊടുക്കും. എന്നിട്ട് എന്റെ ശരീക്ക് തിരിച്ചു പോരണം. അങ്ങനെ ആദ്യമായിട്ട് തൃപ്പണിച്ച് ഉസ്താദിനെ കുറിച്ച് എന്നോട് ഇങ്ങനെ ഒരു വലിയുണ്ട് ഇന്ന സ്ഥലത്ത്, നമ്മളൊന്ന് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂട്ടി കൊണ്ടുപോയി ഉസ്താദിനെ കാണുകയും ഉസ്താദിനെ കൊണ്ട് ദ്വാരിപ്പിക്കാനൊക്കെ സാധിച്ചു. അൽഹംദുലില്ലാ. മഹാനവറുകളുടെ ദറജകളെ അള്ളാഹു ഉയർത്തട്ടെ. അവരോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കുറെ നേരമായി മൈക്ക് കട്ടാവുന്നു. ഏതായാലും എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് നല്ല നല്ല വാർത്തകൾ പറഞ്ഞു. ഇന്ന് ഏറെ സന്തോഷിപ്പിക്കുന്നത്, ഇന്ന് സുന്നി ഗ്ലോബൽ വോയിസ് റൂമുകാര് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് വലിയ മഹാനായിരുന്നു, വലിയ വലിയായിരുന്നു, വലിയ ആരിഫായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോ എന്നോടൊരു സുഹൃത്ത് ഫോണിൽ വിളിച്ച് ആ കാര്യം പറഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഏതായാലും അവരുടെ ആ നാവിൽ നിന്നും, ചില ദുഷിച്ച പണ്ഡിതന്മാരുടെ നാവിൽ നിന്നും മഹാനവറുകൾ വഫാത്തോടുകൂടെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നാലോചിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. അവരുടെ ക്ലാസ് റൂമിൽ വളരെ ബഹുമാനപ്പെട്ടവരെ വലിയ മഹാനായി ചിത്രീകരിക്കുകയും ഗ്രൂപ്പിസം തീരെ ഇല്ലാത്ത ആളായിരുന്നു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗ്രൂപ്പിസം? അവരൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞു പോകുന്നതിനെ എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ കന്യാല മൗല റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകളോട്, അതാണ് ഗ്രൂപ്പിനോട് എതിർപ്പാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞു പോകുന്ന ആളുകളോട് എതിർപ്പാണ്. അതല്ലാതെ അവര് ഒരു കുറച്ചാളുകൾ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് വെറുപ്പുണ്ടായിരുന്നു എന്നല്ല അതിനർത്ഥം വെക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി പോയിരുന്ന ആളുകളോട്, ആ ഗ്രൂപ്പിനോട് എതിരായിരുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഏതായാലും അവർ പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രത്യേക ചേരിതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അങ്ങനെ ചേരിതിരിച്ച് സംസാരിക്കുന്ന ആളുകളെ മൂപ്പർക്ക് വലിയ വെറുപ്പായിരുന്നു, ഇറക്കി വിടുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരുടെ ക്ലാസ് റൂമിൽ ഇന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മഹാനവറുകൾ ബഹുമാനപ്പെട്ട നാട്ടിക വി മൂസ മുസ്ലിയാർ റളിയല്ലാഹു തആല മർക്കദഹു, മഹാനവറുകളുടെ ജീവിതകാലം മുഴുവൻ നാട്ടിക ഉസ്താദിനെ കൊണ്ട് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ അവിടെ പ്രഭാഷണം നടത്തുകയുണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി, ഈ ആളുകളൊക്കെ എ പി വിഭാഗത്തിനെ ഒന്നും പറയാത്തവരും എ പി വിഭാഗത്തിനോട് സ്നേഹിച്ചു നിൽക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട നാട്ടിക വി മൂസ മുസ്ലിയാറും അതുപോലെ തന്നെ റഹ്മത്തുള്ളാഹി ഖാസിമിയും ഒക്കെ എന്ന് വിശ്വസിക്കേണ്ടി വരും. ഏതായാലും അൽഹംദുലില്ലാഹ് ഒരു കാര്യം ഉറപ്പാണ്, തൃപ്പനച്ചി ഉസ്താദ് വലിയ ആരിഫായിരുന്നു, വലിയ വലിയായിരുന്നു എന്ന ഒരു വാക്ക് അവരുടെ ക്ലാസ് റൂമിലൂടെ പ്രഭന്നെ കുണ്ടോട്ടി ആ പ്രദേശങ്ങളിലെ മുഴുവൻ എ പി വിഭാഗക്കാരാണ് വലിയ ആരിഫായിരുന്നു, വലിയ വലിയായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ മഹാനവറുകൾ പറയപ്പെട്ടിട്ടുള്ളതോ ഇദ്ദേഹത്തെ കാറൂൻ എന്നാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനവറുകൾക്ക് ഒരു ഗ്രൂപ്പും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതും മഹാനവറുകൾ പാണക്കാട്ടേക്ക് ആളെ ഒരു ദിവസം വിട്ടാൽ പിറ്റേന്ന് ആള് വരുമ്പോ ആ ആളുകളെ മുട്ടിപ്പടിക്കലേക്ക് വിടുമായിരുന്നു എന്ന് ചില ആളുകളൊക്കെ ആ രൂപത്തിൽ ഒരു പ്രചരണം പോലെ, അതായത് ഒരു ദിവസം പാണക്കാട്ടേക്കാണെങ്കിൽ പിറ്റേ ദിവസം മുട്ടിപ്പടിക്കലേക്ക്. ഇങ്ങനെ മഹാനവറുകൾ ചെയ്തിട്ടില്ല. മഹാനവറുകൾ പാണക്കാട് സാദാത്യങ്ങളെ സ്നേഹിച്ചു. ഞാൻ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് പ്രത്യേകമായി ഇത് പറയാനുള്ള കാരണം, ഞാൻ യാത്രയിലായിരിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത്
വിളിച്ചുകൊണ്ട് എന്നോട് വലിയ വിഷമം പറഞ്ഞു. പിന്നെ നൗഷാദെ, നിങ്ങളൊരു കാര്യം കേട്ടോ, ഇങ്ങനെ സുന്നി ഗ്ലോബൽ വോയിസിൽ വെച്ച് കണ്ട് ഒരാൾ ചോദിക്കുക പോലും ചെയ്തു. ഒരു ചോദ്യക്കാരൻ അവിടെ വന്ന് ചോദിച്ചു പോലും, എന്താണ് തൃപ്പനച്ചി ഉസ്താദും നമ്മുടെ സമസ്തയും തമ്മിലുള്ള ബന്ധം. ഇന്ന് വരെ അങ്ങനത്തെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ല. അവരുടെ ക്ലാസ് റൂമിൽ വളരെ മോശമായി ഇൻഷാ അല്ലാ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവർ എഴുതിയ ലേഖനം എന്റെ നാട്ടിൽ വന്നു കൊണ്ടുപോലും പിന്നെ അവരുടെ അബ്ദുൾ റഷീദ് സക്കാഫി ഏലംകുളം എന്ന് പറയുന്ന ആള് ബഹുമാനപ്പെട്ടവരെ വിമർശിച്ച് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ പോലും നമ്മുടെ കൈകളിലുണ്ട്. അങ്ങനെ അവരെഴുതിയ സുന്നി വോയിസുകളും സുന്നത്ത് മാസികകളും 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ളത് പരതിയാൽ ഏവർക്കും ആ കാര്യങ്ങൾ വെളിവാകും. ഏതായാലും മഹാനവറുകൾ വഫാത്തായപ്പോയെങ്കിലും മഹാനവറുകൾ വലിയ ആരിഫായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായത് നന്നായി. അതുകൊണ്ട് മഹാനവറുകൾ ആരിഫാണെങ്കിൽ, മഹാനവറുകൾ വലിയ വലിയാണെങ്കിൽ മഹാനവറുകൾ പറഞ്ഞ കാര്യം അത് സത്യമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് കീഴ്ശേരി കുണ്ടോട്ടി ഭാഗത്തുള്ള മിനിമം മുസ്ലിങ്ങളെങ്കിലും സത്യത്തിൽ സമസ്തയുടെ പാതയിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഹാനവറുകളെ കൊണ്ട് എത്ര ആളുകളാണ് സത്യത്തിന്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത്? അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഞാൻ വളരെ എന്റെ ഒരു എറണാകുളത്ത് നിന്നും എന്റെ ഒരു സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ അടുക്കലേക്ക് കഴിഞ്ഞ വർഷം ജാമിയ നൂരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് വരികയുണ്ടായി. അവരോട് മഹാനവറുകളോട് അവര് പറഞ്ഞു, അതിലൊരാൾ പറഞ്ഞു, മുഹമ്മദ് അലി കാക്ക എന്ന് പറയുന്ന ഒരു എറണാകുളക്കാരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ കാൽമുട്ടിന് വേദനയാണ്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പട്ടിക്കാട്ടേക്ക് പോകൂ, നിങ്ങളുടെ വേദനയൊക്കെ സുഖമാകും. അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് അവിടെ നിൽക്കുന്ന എന്നെ വിളിച്ചു, ഉസ്താദെ ഞാൻ ഇങ്ങനെ ജാമിയ നൂരിയയിലേക്ക് വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞിട്ടുള്ളതാണ്. അവർ സത്യത്തിൽ AP അബൂബക്കർ മുസ്ലിയാരെ അവരുടെ വീട്ടിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ്. കൂടുതൽ പറഞ്ഞാൽ അവര് ഹുബ്ബുർ റസൂലുള്ള എന്ന് പറയുന്ന പരിപാടിയുടെ സംഘാടകർ പോലുമായിരുന്നു. അങ്ങനത്തെ ആളുകൾ ഈ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ വാക്ക് കേട്ട് 2-3 കിലോമീറ്ററുകളോളം അവരുടെ കുട്ടികളെയും തലയിലേറ്റി ജാമിയ നൂരിയ അറബി കോളേജിലേക്ക് വരികയും അദ്ദേഹം അവിടുന്ന് പോയ ശേഷം എന്നോട് പറഞ്ഞു, അതിനുശേഷം എനിക്ക് ആ കാൽമുട്ട് വേദനയെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് അയവിറക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി ഈ കാര്യങ്ങളൊക്കെ സുന്നി ഗ്ലോബൽ വോയിസിൽ ആളുകൾ അംഗീകരിച്ചത് നന്നായി. അൽഹംദുലില്ലാ, അവരോട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഏതായാലും മഹാന്മാരുടെ വഫാത്തിന് ശേഷമെങ്കിലും അംഗീകരിക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരൊക്കെ വഫാത്തായാൽ ഇവർ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെ നമുക്ക് വളരെ സന്തോഷത്തിന് വകവൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചതിന് ഇപ്പൊ അവസാനം ഇങ്ങനെ പറയുമ്പോ മഹാനവറുകൾ സമസ്തയോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ സമസ്തയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ ഇറക്കി വിട്ടിരുന്നു എന്ന രൂപത്തിലുള്ള ആ പ്രചരണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അത് ആ മഹാനവറുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. മഹാനവറുകൾ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല. മഹാനവറുകൾ പാണക്കാട് സാദാത്യങ്ങളേക്ക് ആളുകളെ വിട്ടതുപോലെ വേറൊരാൾ വിട്ടിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് സാദാത്യങ്ങൾക്ക് മുഴുവൻ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ചൊവ്വാഴ്ച ദിവസം മഹാനവറുകൾ മരണപ്പെട്ടത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നോക്കാൻ, ചൊവ്വാഴ്ച എല്ലാ പാണക്കാട്ടൊരു സാദാത്യങ്ങളും പുറത്തൊരു പരിപാടിക്കും പോകില്ല. എല്ലാ പാണക്കാട്ടത്തെ മുഴുവൻ സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുതൽ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി വരെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ആ ചൊവ്വാഴ്ച അവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുകയുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു ദിവസം തന്നെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് മരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ കൂട്ടി വായിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ ഏതായാലും നിങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ സുന്നി ഗ്ലോബൽ വോയിസുകാരോടാണെങ്കിലും കാന്തപുരത്തിന്റെ ആളുകളോടാണെങ്കിലും നിങ്ങളോട് ഞങ്ങൾ വിനയത്തിന്റെ ഒരു ഭാഷയിൽ ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ആള് നിങ്ങൾ ആക്കിക്കോളൂ. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും പാണക്കാട് കുടുംബത്തിനും മഹാനവറുകൾ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല, അവർ നമ്മളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഈ വാക്ക് ഇനിയെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മഹാനവറുകൾ ഇപ്പോൾ ആരിഫാണെന്ന് പറയുന്ന നിങ്ങൾ മഹാനവറുകൾക്ക് എഴുതിയ മുഴുവൻ ലേഖനങ്ങളും നിങ്ങളുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളും നിങ്ങളുടെ പൊന്മളയടക്കമുള്ള ആളുകളുടെ പ്രസംഗത്തിന്റെ ചില ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില വാക്കുകൾ അടക്കമുള്ളത് ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. മഹാനവറുകൾ ഇന്ന് നമ്മളോട് വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം സ്നേഹിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആ പ്രത്യേക സംഘടനയോടും അതിന്റെ ആളുകളോടും മഹാനവറുകൾക്ക്
സ്നേഹമുണ്ടായിരുന്നില്ല പ്രത്യേകം എന്നുള്ള രൂപത്തിൽ മഹാനവറുകളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ വാക്ക് പറഞ്ഞു പോകരുത്. മരണപ്പെട്ടവരെ വിട്ടേക്കുക, ഇനിയും അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന വേണ്ടാത്ത ചർച്ച ഒരിക്കലും കൊണ്ടുവരരുതെന്ന് പ്രിയത്തിന്റെ ഭാഷയിൽ അവരുടെ ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ് റൂമിൽ പോയി പറയാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ രൂപത്തിലുള്ള ചർച്ചകൾ ഒരാൾ പോയ ശേഷം അദ്ദേഹം നമ്മുടെ ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പോയപ്പോ അദ്ദേഹവും അവരുടെ ആളുകളായി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പോയപ്പോ മഹാനവറുകൾ മൂപ്പരുടെ ആളായി. ഇങ്ങനെ എല്ലാവരും ഇനി ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് അരിമ്പ്ര ഉസ്താദ് ഇവർക്ക് ശാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. അതിന് ആമീൻ പറയപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തുപ്പനച്ചി ഉസ്താദ്. ഈ കാര്യമൊക്കെ എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഏതെങ്കിലും കീഴ്ശേരിക്കാരൻ, ഏതെങ്കിലും കുണ്ടോട്ടിക്കാരൻ, ഏതെങ്കിലും മലപ്പുറം ജില്ലക്കാരൻ നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം വിട്ട് അവർ നിങ്ങളെ മൂട് തട്ടി അവർ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരും. കാരണം നിങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ നിങ്ങളുടെ ആളായിട്ടും വലിയ മഹാനായിട്ടും ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയ ആളുകൾ മുഴുവൻ പാണക്കാട് കുടുംബത്തിനോടുള്ള പ്രത്യേകമായ അവരുടെ ബന്ധം കണ്ടതാണ്, അവരുള്ള സ്നേഹം കണ്ടതാണ്. അതുകൊണ്ട് അതൊരിക്കലും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ വളരെ വിഷമത്തോടു കൂടി മാത്രം ഈ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങളെക്കുറിച്ച് പറയണമെന്നൊരിക്കലും കരുതിയതല്ല, ഇങ്ങനത്തെ ഒരു ചർച്ച കൊണ്ടുവരണമെന്നും കരുതിയതല്ല. എന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ വിഷമം അതൊന്ന് പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ ദിവസം നിങ്ങളെ ആക്രമിക്കുന്നതിനോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനോ തെരഞ്ഞെടുത്തതല്ല. ബഹുമാനപ്പെട്ട സമസ്തയും അതുപോലെ പാണക്കാട് സാദാത്യങ്ങളോടും ഇവർക്ക് സ്നേഹമുണ്ടായിരുന്നിട്ടില്ല എന്ന നിങ്ങളുടെ അതല്ലെങ്കിൽ അവരോട് പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന അദ്ദേഹത്തെക്കുറിച്ച് മഹാനവറുകളെ കുറിച്ച് വലിയുല്ലാഹി തുപ്പനച്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് നിങ്ങൾ വില കുറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് ആ ഒരു അമർഷം രേഖപ്പെടുത്തുകയും വളരെ താഴ്മയോടുകൂടി വളരെ വിഷമത്തോടുകൂടി അങ്ങനത്തെ ഒരു ചർച്ച കൊണ്ടുവരരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ല. പാണക്കാട്ടേക്ക് പോലും പാണക്കാട് ഒരാൾ വഫാത്തായാൽ പോലും അവിടേക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും അറിയുന്ന സംഭവമാണ്. അവിടെ വന്നിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു എന്ന് മൂപ്പർക്ക് നല്ലവണ്ണം അറിയാം. മഹാനവറുകളെ മുഹിബ്ബീങ്ങൾ, മഹാനവറുകളെ മുരീദന്മാർ, മഹാനവറുകളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ടായിരുന്നു. ആ പ്രദേശത്തേക്ക് കടന്നു വരാൻ മഹാനവറുകളെ നിശിതമായി വിമർശിക്കപ്പെട്ട ജീവിതകാലത്ത് മഹാനവറുകളെ കുറിച്ച് പൊന്മള അബ്ദുൽ ഖാദർ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കപ്പെട്ട വാക്കുകൾ നഊസുബില്ലാ അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പിന്നൊരവസരത്തിൽ ചർച്ചയിൽ ഇൻഷാ അല്ലാഹ് പിന്നൊരവസരത്തിൽ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം.